ഞാൻ പലപ്പോഴും ആലോചിക്കും, നമ്മുടെ ഈ സംസ്കൃത ഭാഷ ഇത്രത്തോളം കാവ്യത്തിന് ലെൻഡ് ചെയ്യുന്നതാണല്ലോ എന്ന്. ഈ ചപ്പാത്തിക്കൊക്കെ മാവുണ്ടാക്കി നല്ലോണം പാകത്തിന് വെള്ളം ചേർത്തങ്ങോട്ട് കുഴച്ചാൽ അതെങ്ങനെ വേണമെങ്കിൽ വിളയും തിരിയും. അതൊരു ഉരുളി ഉണ്ടാക്കി പരത്തുമ്പോൾ അത് വട്ടം വെച്ച് വരും. അങ്ങനെ ചപ്പാത്തി മാവ് വളഞ്ഞും തിരിഞ്ഞും കൊടുക്കുന്ന പോലെയാണ് ഈ കാവ്യത്തിലുള്ള വാക്കുകൾ ഒന്നിനോടൊന്ന് ചേർക്കാൻ. എന്തുണ്ടെങ്കിലും അതിനവർക്ക് പ്രമാണമല്ലാതെ വേറെ ഒന്നുമില്ല. ഈ സംസ്കൃത ഭാഷയിൽ വിസർഗം ഉണ്ടല്ലോ, ഈ വിസർഗം എവിടെയാണ് ഉപയോഗിക്കുക, എവിടെയാണത് ഇല്ലാതിരിക്കുക എന്നുള്ളതിനൊരു ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ അതിന് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്. ഒരു ശബ്ദത്തിൻ്റെ അവസാനം, ഒരു പദത്തിൻ്റെ അവസാനത്തിൽ വിസർഗം വന്നു, ആ വിസർഗത്തിന് തൊട്ട പിന്നിൽ വരുന്നത് ഖരാക്ഷരമാണെങ്കിൽ എന്താ ഈ ഖരാക്ഷരം? കാ ഖ ച ഛ ടാ ഠ താ ഥ പാ ഫ, ഇതൊക്കെ ഖരാക്ഷരങ്ങളാണ്. പിന്നെ ഷാ ഷാ സ, ഇതൊക്കെ ഖരാക്ഷരങ്ങളിൽ പെടും. ബാക്കിയൊക്കെ മൃദുവാണ്. അപ്പോൾ ഈ വിസർഗം കഴിഞ്ഞ് വരുന്ന അക്ഷരം ഖരമായാൽ ആ വിസർഗം ലോപിക്കില്ല, അല്ലെങ്കിലാണ് പരിവർത്തനം. ഇപ്പോൾ ഇത് കുട്ടികളെ പറഞ്ഞു കൊടുക്കണം. അതിനിപ്പോൾ എന്താ വേട്? അപ്പോൾ അതിനൊരു ശ്ലോകം ഉണ്ടാക്കി. എന്താ? ഗ്രാമർ പഠിപ്പിക്കാൻ. കാക കൃഷ്ണ പിക കൃഷ്ണ കോ ഭേദ പിക കാകയോഹോ വസന്തകാലേ സംപ്രാപ്തേ കാക കാക പിക പിക. കഴിഞ്ഞു, പ്രമാണം കഴിഞ്ഞു. എന്താ? ഒക്കെ കാ 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 കാന്ന് വരുന്നതാ. കാക കൃഷ്ണ, കാക്ക എന്ന് പറഞ്ഞാൽ കാക്ക, അത് കൃഷ്ണ നിറം കറുപ്പാണെന്ന്. പിക കൃഷ്ണ, പികം എന്ന് പറഞ്ഞാൽ എന്താ? കുയിൽ, അതും കറുപ്പ് നിറ. രണ്ടും ഏതാണ്ട് ഒരുപോലെയാണ്. കുയിൽ ഇത്തിരി ചെറുപ്പം, കാക്ക ഇത്തിരി വലിപ്പം. അപ്പോൾ ഈ കാക്കയും കുയിലും കൂടിയിട്ട് എങ്ങനെയാണ് തിരിച്ചറിയുക? രണ്ടും നിറം ഒരുപോലെയാണ്. അടുത്ത് ചെന്ന് നീ കാക്കയാണോ നീ കുയിലാണോ എന്ന് ചോദിക്കാൻ അടുത്ത് പോകാനും പറ്റില്ല, അവർ നിൽക്കൂല. കാക കൃഷ്ണ പിക കൃഷ്ണ, ഇവർ രണ്ടുപേരും തമ്മിൽ എപ്പോഴും എന്താ വ്യത്യാസം? കോ ഭേദ പിക കാകയോഹോ, ഭേദ പിക കാകയോഹോ. അപ്പോൾ നിങ്ങൾ കേൾക്കണുണ്ടാവോ ഞാൻ സംസ്കൃതം പഠിപ്പിക്കുകയാണെന്ന് പറയോ? കാക കൃഷ്ണ പിക കൃഷ്ണ കോ ഭേദ പിക കാകയോഹോ. കോ ഭേദ, അവിടെ കഹ എന്നല്ല പറയണത്, കോ എന്നാ പറയണത്. അതിനെന്താ കാരണം? അത് കഴിഞ്ഞു വരുന്ന അക്ഷരം ഭേദ. ഭേദം എന്താണ് വ്യത്യാസം? അത് ഖരാക്ഷരമല്ലാത്തത് കൊണ്ട് ആ വിസർഗം മാറി കോ എന്നായി. പിക കാകയോഹോ. അപ്പോൾ പികത്തിനും കാക്കയ്ക്കും തമ്മിൽ എന്താ വ്യത്യാസം? പറഞ്ഞു തരാം. വസന്തകാലേ സംപ്രാപ്തേ. ഒരു സ്വല്പം ക്ഷമിക്കൂ, വസന്തകാലം ഇങ്ങോട്ട് വരട്ടെ. വസന്തകാലം വന്നാലോ കാക കാക പിക പിക. കാക്ക എന്ത് ചെയ്യും? കാ കാ എന്ന് പറയും. കുയിലോ അസലായിട്ട് പഞ്ചമസ്വരത്തിൽ പാടും. ഇതാണ് വ്യത്യാസം. ഇവിടെ പഠിപ്പിച്ചത് എന്താ? ഗ്രാമറാ. വിസർഗത്തിൻ്റെ റൂള് പഠിപ്പിക്കാനായിട്ട് പറഞ്ഞതാണ്. ഉപസർഗം എന്നൊരു പ്രയോഗമുണ്ട്. എന്താണ് ഈ ഉപസർഗം? ക്രിയാശബ്ദങ്ങളോടുകൂടി ചേർക്കുന്നതാണ്. 10 ഉപസർഗങ്ങളാണെന്നാണ് എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ പറയാനുള്ളത്. 10 ഉപസർഗ. അപ്പോൾ എല്ലാ ക്രിയകളോടും കൂടി സമാനമായിട്ട് ഈ ഉപസർഗം ഉപയോഗിക്കാം. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ക്രിയാശബ്ദങ്ങളോടുകൂടി ഉപസർഗം ഉപയോഗിച്ചാൽ ക്രിയയുടെ അർത്ഥം തന്നെ മാറിക്കളയും. ഇപ്പോൾ അധ്യക്ഷൻ എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? പ്രസിഡൻ്റ് എന്ന്. ഉപാധ്യക്ഷൻ എന്ന് പറഞ്ഞാലോ ആൾ മാറി, ഒരു സ്റ്റെപ്പ് താഴ്ത്തു വന്നു. ആ അധ്യക്ഷൻ്റെ അടുത്തിരിക്കുന്ന ആൾ തൊട്ട ആളെന്നാണ്. അപ്പോൾ ഉപ എന്നുള്ള ഉപസർഗത്തിന് അർത്ഥം എന്താ? സമീപത്തിൽ എന്നാണ് അർത്ഥം. അങ്ങനെ ഈ ഉപശബ്ദം എവിടെയൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുവോ, ഗമിക്കുക, ഉപഗമിക്കുക, ഉപശമിക്കുക, ഉപക്രമിക്കുക, ഇങ്ങനെ എവിടെ അതിന് ഒരേ സമാന. എന്നാൽ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. ഇപ്പോൾ ഫോം എന്നൊരു വാക്കുണ്ട്. അതിൽ ഇൻഫോം, കൺഫോം, പ്രൊഫോം എന്നൊക്കെ പറയുമ്പോഴോ അർത്ഥങ്ങളൊക്കെ മാറിക്കളയും. ഒരേ ശബ്ദങ്ങളല്ല ഇവിടെ വരുന്നത്. അപ്പോൾ ഉപസർഗത്തിനെ പറ്റി എങ്ങനെയാണ് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക? അവർ പറയുകയാണ് ഉപസർഗം 10 ഉണ്ട്. ഈ 10 ഉപസർഗം ഉപയോഗിച്ചാൽ ക്രിയാശബ്ദത്തിൻ്റെ അർത്ഥം തലങ്ങും വിലങ്ങും ഇടത്തും വലത്തുമായിട്ട് മാറുന്നു. അതിന് പറയുകയാണ് ഉപസർഗേണ ധാത്വർത്ഥ ബലാദ് അന്യത്ര നീയതേ പ്രഹാര ആഹാര സംഹാര വിഹാര പരിഹാരവത്. സംസ്കൃതത്തിൽ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. ഉപസർഗം കൊണ്ട് ധാതുക്കളുടെ അർത്ഥം ബലാത് അന്യത്ര നീയതേ, ബലമായിട്ട് ഹഠാത് വേറെ ഒരു സ്ഥലത്തേക്ക് അങ്ങോട്ട് പിടിച്ചു വലിച്ചുകൊണ്ട് പോവത്രേ. എങ്ങനെയാ? ഹര് എന്നൊരു ധാതു ഉണ്ട്. ആ ധാതുവിൽ ഉപസർഗം ചേരുമ്പോൾ മാറ്റം വരണം നോക്കിയോളൂ. പ്രഹാര ആഹാര സംഹാര വിഹാര പരിഹാരവത്. 5 ഉപസർഗ ഹര് ധാതുവിന് കൂട്ടിയിരിക്കണേ. പ്രഹാരം എന്ന് പറഞ്ഞാൽ എന്താ? അടിക്കുക.
ആഹാരം എന്ന് പറഞ്ഞാലോ കഴിക്കുക, ഭക്ഷണം. പ്രഹാരാഹാര, സംഹാരം എന്ന് പറഞ്ഞാൽ കൊല്ലുക, വിഹാരം കളിക്കുക, പരിഹാരം സൊല്യൂഷനായി. നോക്കൂ, ഈ ഒരു പദ്യം നമ്മൾ പഠിച്ചു എന്നുണ്ടെങ്കിൽ പിന്നെ ഉപസർഗത്തിൽ നമുക്ക് മാസ്റ്ററി വന്നു. എവിടെയൊക്കെ ഉപസർഗമുണ്ടോ ആ ഉപസർഗം അനുസരിച്ച് ക്രിയാശബ്ദങ്ങൾ മാറും എന്ന് മനസ്സിലായി. ഇങ്ങനെ തൊട്ടതിനൊക്കെ നമ്മുടെ സംസ്കൃത ഭാഷയിൽ കാവ്യ. മലയാളത്തിനും അങ്ങനെ ഡെവലപ്പ് ചെയ്യാം, സംസ്കൃതത്തോട് അടുത്ത് നിൽക്കുന്നതാണ്. പക്ഷേ നമ്മുടെ മലയാളാധ്യാപകന്മാരോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവരോ ആരും അതിന് മെനക്കെട്ടിട്ടില്ല. എന്താ, എഴുതി കൊടുക്കളെ എല്ലാവർക്കും ആവാം. അതേ, ഉപസർഗം എന്ന് പറയുന്നത് ധാതുക്കളോടുകൂടി മുൻഭാഗത്ത് ചേർക്കുന്നതാണ്. അങ്ങനെ ഉപസർഗം ചേർത്തതുകൊണ്ട് എന്തുണ്ടാവും? ധാതുക്കളുടെ അർത്ഥം ബലാത്കാരമായി പലയിടത്തും പോകും. ഇതിനൊരു കാവ്യമുണ്ടാക്കാൻ വല്ല വിഷമമുണ്ടോ? നമ്മൾ അധ്യാപകന്മാർ അതിന് മെനക്കെട്ടിട്ടില്ല. എന്താ ചെയ്യുക? എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ, എന്നോട് ചോദിച്ചാൽ പാപ്പരത്തം. അവർക്ക് പാപ്പരത്ത. ഈ കുട്ടികളെ വെച്ചുകൊണ്ട് ഇത്ര ബുദ്ധിമുട്ടണ്ട, കാവ്യങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ മതി, അവർ മനസ്സിലാക്കും. ഇംഗ്ലീഷിൽ റൈംസൊക്കെ ഉണ്ടല്ലോ, അതേപോലെ അത് പുറപ്പെടണം. അതിന് കുറച്ച് മെനക്കെടണം. വാചകങ്ങൾ, ഗദ്യവാചകങ്ങൾ എഴുതാൻ എളുപ്പമാണ്. പദ്യത്തിനോ അതിന് ചില ക്രമങ്ങളൊക്കെ ഉണ്ട്. ആ ക്രമങ്ങളിലൂടെ ഒപ്പിച്ചിട്ട് വേണം. ഇപ്പം അധികവും ദ്രാവിഡ വൃത്തങ്ങളാണ് ഇവിടെ കൂടുതൽ. അതിന് ഛന്ദസ്സൊക്കെ വളരെ ചുരുക്കേ നോക്കേണ്ടതുള്ളൂ. നേരെ മറിച്ച് ഒരു നല്ല ശ്ലോകം ആ ആര്യവൃത്തത്തിൽ എഴുതണം എന്നുണ്ടെങ്കിലോ ശ്രദ്ധര, ശാർദൂലം, അനുഷ്ടുപ്പ്, ഇന്ദ്രവജ്ര, ഉപേന്ദ്രവജ്ര എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ചില വൃത്തങ്ങളുണ്ടല്ലോ. ആ വൃത്തങ്ങളിൽ അങ്ങോട്ട് എഴുതണം എന്നുണ്ടെങ്കിൽ അതിന് നല്ല ബുദ്ധിമുട്ടുണ്ട്. ആലോചിക്കണം എങ്ങനെ അക്ഷരം ഇനിയൊന്നിനോട് ചേർക്കും എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഒരു ബ്രഹ്മചാരി ഉണ്ടായിരുന്നു. ആ ബ്രഹ്മചാരിയുടെ മലയാളം അക്ഷരപ്രയോഗം ഉണ്ടല്ലോ, എനിക്ക് തീരെ തൃപ്തിയായില്ല. എന്താ, പറയുമ്പോഴൊക്കെ ശരിയാവില്ല. ഈ വർഗദ്വിതീയം, വർഗചതുർത്ഥം എന്ന് പറയുന്ന അക്ഷരങ്ങളുണ്ട്. ക, ഖ, ഗ, ഘ, ങ. ക, ഖ, ഗ, ഘ, ഘ, ങ. അതുപോലെയാണ് ചാച്ച. അപ്പം ഈ ഖാവും ഘാവും വേണ്ടതുപോലെ വരില്ല. നമ്മുടെ ബ്രഹ്മചാരിക്ക് മാത്രമല്ല, ഒരു പക്ഷേ പ്രേക്ഷകരിൽ 95% അങ്ങനെയാവും. അപ്പോൾ ആ കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്തു? ഞാനൊരു ചെറിയ ഒരു ഇതുണ്ടാക്കി. ഞാനിതിന് പുറപ്പെടുന്ന ആളല്ല കേട്ടോ, എന്നാലും പറയണമെന്ന് മാത്രം. തഥ്യം കഥിക്കും പഥമല്ലോ സത്യം, ധരിത്രിയിൽ ധന്യത ധാമമാകാൻ എന്നൊരു പദ്യമുണ്ടാക്കി ചൊല്ലിക്കൊടുത്തു. നോക്കൂ, ഈ താ ഥ ദാ ധ ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണെന്ന്. തഥ്യം കഥിക്കും പഥമല്ലോ പഥ്യം, ധരിത്രിയിൽ ധന്യത ധാമമാക്കാൻ എന്ന് പറഞ്ഞു കൊടുത്ത് ഇത് ചൊല്ലി 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 പഠിക്കുമെന്ന്. ഇങ്ങനെയൊക്കെ വേണം. എന്തിനാ ഞാനിത് പറഞ്ഞത്? കർമ്മമയോരുപാശാത് എന്ന് പറഞ്ഞ് ഇതാ നമസ്കാരത്തിൻ്റെ കാര്യം ഇവിടെ പറയുക. നതാസ്മതേനാഥപദാരവിന്ദം. അപ്പോൾ ഈ നമസ്കാരം പലതരത്തിലുണ്ട്. എന്നിട്ടോ ദോർഭ്യാം പദാഭ്യാം ജാനുഭ്യാം ഉരസാ ശിരസാ ദൃശ മനസാ വചസാ ചേതി പ്രണാമോ അഷ്ടാംഗൈരിത. ഇതങ്ങോട്ട് കണ്ടപ്പോൾ ഭൂമാനന്ദ സ്വാമിജിക്ക് എന്താ തോന്നിയതെന്നറിയോ? നിങ്ങളോടിത് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് ആദ്യം എൻ്റെ മനസ്സിൽ തോന്നിയത് ഇതാ. ഞാനത് ഇന്നിത് പറയാൻ തന്നെ കാരണം നിങ്ങളെ ഇത് അറിയിപ്പിക്കണം. നമ്മുടെ സംസ്കാരം ഒപായപ്പെട്ടതൊന്നുമല്ല. നമ്മൾ വിദ്യാവിചക്ഷണന്മാരാണ്. സ്വർണ്ണ ത്ലാസിൽ ഈ ലോകത്തിലുള്ള സ്വത്ത് മുഴുവനും കൂടി ഒരു തട്ടിൽ വെച്ചു, വിദ്യ വേറൊരു തട്ടിൽ വെച്ചാൽ നമുക്ക് വിദ്യയ്ക്കാണ് തൂക്ക് കൂടണം. വിദ്യാധനം സർവധനാത് പ്രധാനം. എല്ലാ ധനങ്ങളിലും വെച്ച് വിദ്യാധനമാണ് ഏറ്റവും പ്രധാനം എന്ന്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളങ്ങോട്ട് നമസ്കരിക്കുമ്പോൾ ഒരു വിധത്തിലുള്ള പുച്ഛങ്ങളും നമ്മുടെ ശരീരത്തിൽ നിന്ന് ബാക്കി പുറത്ത് തള്ളി നിൽക്കരുത്. രണ്ട് കാലും നല്ലപോലെ കൂടണം, അതുമാതിരി കയ്യും കൂടണം, നെറ്റിയും മൂക്കും ഒക്കെപ്പാടെ കൂടി നിലത്തിൽ തൊടണം. കണ്ണ് താഴത്തേക്കേ ഉണ്ടാവാൻ പാടുള്ളൂ. ആ തൊടുന്നതിൽ മാറിടം തൊടണം, ശിരസ് തൊടണം, കണ്ണ് തൊടണം. ഇനിയോ മനസ്സും വാക്കും കൂടി അതിൽ നമസ്കാരത്തിൽ പതിയണം. ഇങ്ങനെ ആയാൽ അഷ്ടാംഗം സാഷ്ടാംഗ നമസ്കാരമായി. ദോർഭ്യാം പദാഭ്യാം ജാനുഭ്യാം. നിങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ നമസ്കരിക്കാൻ പുറപ്പെടുമ്പോൾ എന്താ വേണ്ടേ? മുട്ടുകുത്തുക. കാലടി ഉറപ്പിച്ച് നിന്ന് മുട്ടുകുത്തുക. മുട്ടുകുത്തിയതിന് ശേഷം കൈ ഇങ്ങനെ പതുക്കെ മേപ്പെട്ട് കൊണ്ടുപോയിട്ടോ മാറും നെറ്റിയും മൂക്കും എല്ലാം കൂടി തൊടണം. കൈ ഇങ്ങനെ കൂപ്പിയിട്ട് ഇങ്ങനെയും തൊടണം.
അപ്പം കൈ രണ്ട് ഇവിടെ ബന്ധിച്ചു, കാല് രണ്ട് ഇവിടെ ബന്ധിച്ചു, മാറിടം തൊട്ടു, ശിരസ് തൊട്ടു. പിന്നെ കണ്ണുകൊണ്ട് ഇങ്ങനെ ഒന്നും നോക്കരുത്, താഴത്തെ നോക്കാൻ പാടുള്ളൂ, അങ്ങോട്ട് അടച്ചോളൂ. ഇതാണ് സാഷ്ടാംഗ നമസ്കാരം. അത് തന്നെ വലിയൊരു എക്സസൈസാണ്. നിങ്ങൾ ഇരുന്നയിടത്തിരുന്ന് അല്ലെങ്കിൽ നിന്നയിടത്തിരുന്ന്, ഞാൻ ഓഫീസിൽ ജോലി ചെയ്യുന്നവരോടും കൂടി പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു ചേംബർ ഉണ്ടോ, ആ ചേംബറിൽ ഒരു ദിവസം ഒരു 12 നമസ്കാരം ചെയ്യൂ. നിങ്ങൾക്ക് തണ്ടുവേദന ഉണ്ടാവില്ല എന്ന്, അരക്കെട്ട് വേദനിക്കില്ല. നിവർന്നങ്ങോട്ട് നമസ്കരിച്ച് എണീറ്റാൽ അത് മാത്രമല്ല, നമസ്കരിക്കുന്ന സമയത്തും എണീക്കുന്ന സമയത്തും ശിരസിൻ്റെ ഉള്ളിൽ രക്തസഞ്ചാരം കൂടും. നമ്മൾ വെള്ളമൊഴിച്ച് കുളിക്കുമ്പോൾ തലയുടെ മോൾഭാഗത്തേക്കും രോമത്തിനുമാണ്, തലമുടിക്കുമാണ് കുളി. ഉള്ളിൽ രക്തം കൊണ്ടൊരു കുളി ബ്രെയിൻ ഉണ്ടാവുമ്പോഴാണ് ബുദ്ധിശക്തി കൂടുക. അപ്പം നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ശിരസിലേക്ക് കൂടുതൽ രക്തം പറഞ്ഞയക്കുകയാണ്. നമ്മളെപ്പോഴും നിൽക്കുന്നവരാ, ഇരിക്കുന്നവരാ. ഹാർട്ട് എവിടെയാ? ഇവിടെ. ശിരസ് എവിടെയാ? ഏതാണ്ടൊരു 3/4 അടി പൊക്കത്തിലാണ്. അപ്പോൾ ഇവിടുന്ന് ഹാർട്ടിനെ എപ്പോഴും മുകളിലേക്ക് പമ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് രക്തം തല വളരെ ചുരുക്കം ആകൃതിയുള്ളൂ, വളരെ കുറയും, പ്രവർത്തനം വളരെ കൂടുതലുമാണ്. അപ്പോൾ ഓരോ തവണ നമസ്കരിക്കുമ്പോഴും നിങ്ങളുടെ ബ്രെയിന് ഒരു ബാത്ത്, ഒരു കുളി ഉണ്ടാവുകയാണ്. അപ്പോൾ ഇത് വളരെ വിശേഷപ്പെട്ടതാണ് ആ നമസ്കാരം. ദോർഭ്യാം പദാഭ്യാം ജാനുഭ്യാം ഉരസാ ശിരസാ ദൃശ മനസാ വചസാ ചേതി പ്രണാമോ അഷ്ടാംഗൈരിതഃ നതാസ്മതേ നാഥപദാരവിന്ദം ബുദ്ധീന്ദ്രിയ പ്രാണമനോവചോഭിഃ യച്ചിന്യതേ അന്തർഹൃദി ഭാവയുക്തൈഃ മുമുക്ഷുഭിഃ കർമ്മമയോരുപാശാത് ത്വം മായയാ ത്രിഗുണയാത്മനി ദുർവിഭാവ്യം വ്യക്തം സൃജസ്യവസി ലുംഭസി തദ്ഗുണസ്ഥഃ നൈദർഭവാൻ അജിതകർമ്മഭിരജ്യത്തെ വൈ യത്സ്വേ സുഖേ അവ്യവഹിതേ അഭിരതോ അനവദ്യഃ. പോയി കാര്യങ്ങൾ പോയി. ആദ്യം ദേവന്മാർ പറയാണ്, അങ്ങയുടെ പാതാരവിന്ദത്തെ ഞങ്ങൾ ബുദ്ധീന്ദ്രിയ പ്രാണമനോവചസ്സുകളാൽ നമസ്കരിക്കുന്നു എന്ന്. അത് കഴിഞ്ഞ് പിന്നെ പറയുന്നത് എന്താ? ആ കൃഷ്ണപരമാത്മാവിനെ കണ്ടുല്ലോ, അങ്ങോട്ട് വർണ്ണിക്കുകയാണ്. ദേവകിക്ക് ജനിച്ച അങ്ങ് ഇത്രടി പൊക്കണ്ട്, ഇത്രത്തോളം വണ്ണുണ്ട്, അതൊന്നുമല്ല അവിടെ പറയുന്നത്. ആ ദേവന്മാരുടെ സ്തുതി നോക്കൂ. ത്വം മായയാ ത്രിഗുണയാത്മനി ദുർവിഭാവ്യം വ്യക്തം സൃജസ്യവസി ലുംഭസി തദ്ഗുണസ്ഥഃ നൈദർഭവാൻ അജിത കർമ്മഭിരജ്യത്തെ വൈ യത്സ്വേ സുഖേ അവ്യവഹിതേ അഭിരതോ അനവദ്യഃ. ഈ ശ്രീകൃഷ്ണൻ ആരാ? സാധാരണ എല്ലാവരും ജനിച്ചതുപോലെ ഒരാളാണോ? അല്ല, ആത്മസ്ഥിതനാണ്, ആത്മജ്ഞാനിയാണ്, പ്രകൃതിയെ മറികടന്നിട്ടുള്ള ഒരാളാണ്, പ്രകൃതിയെ തൻ്റെ സ്വവശത്തിൽ നിർത്തുന്ന ആളാണ്. അപ്പം സ്തുതിക്കുകയാണ്. എന്താ സ്തുതിക്കണത്? ത്വം മായയാ ത്രിഗുണയാത്മനി ദുർവിഭാവ്യം വ്യക്തം. അങ്ങുണ്ടല്ലോ മായാശക്തിയാൽ. ഈ മായ എന്ന് പറഞ്ഞാൽ എന്താ? പരബ്രഹ്മത്തോടുകൂടി അഭേദ്യമായി നിൽക്കുന്ന വിശേഷപ്പെട്ട ഒരു ശക്തി. ആ മായയ്ക്കുള്ള വിശേഷങ്ങൾ എന്താ? ഇല്ലാത്തത് ഉണ്ടാക്കാനും ഉള്ളത് ഇല്ലാതെയാക്കാനും ഉള്ളതിൽ എന്ത് പരിവർത്തനം എപ്പോൾ എങ്ങനെ വേണമെങ്കിൽ വരുത്താനും ഉള്ള ശക്തിയുണ്ട് അതിന്. അപ്പോൾ പരബ്രഹ്മത്തോട് മാത്രം നിങ്ങൾ ചോദിക്കരുത്, എന്തേ ഇങ്ങനെ ഒരു ലോകം ഉണ്ടാക്കിയതെന്ന് മിണ്ടരുത്. അതെന്ത് വേണമെങ്കിൽ ചെയ്യും. ഇനി അവസാനം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പരബ്രഹ്മത്തിന് പറയാനുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, അതൊരു തോന്നലാണെന്നാണ്. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? ഏകാദശമാണ് കേട്ടോ അതിൻ്റെ തുടക്ക. അപ്പം നിങ്ങൾ മിണ്ടാണ്ടിരുന്നാന്നും പറ്റില്ല, ബുദ്ധി കൊണ്ട് തയ്യാറായിക്കോളൂ ഈ മുക്തിസ്കന്ധം കേൾക്കാനായിട്ട്. ത്വം മായയാ ത്രിഗുണയാത്മനി. എന്താ ഈ മായ? സത്വം രജസ് തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങളുടെ ഒരാകത്തുകയാണ് ഈ മായ എന്ന് പറയാം. അപ്പോൾ ത്രിഗുണമയമായിരിക്കുന്ന അങ്ങയുടെ ത്രിഗുണമയമായിരിക്കുന്ന മായയാൽ ആത്മനി. ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് പറയണത് എല്ലാവർക്കും കഴിയും, എല്ലാ മതങ്ങളും പറയണതാ എളുപ്പം. ഭഗവാനെ അങ്ങയുടെ സൃഷ്ടി, നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കുന്നില്ല ഈ പറച്ചൽ. ഭഗവാൻ സൃഷ്ടിച്ചുവോ? ഉവ്വ്. എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചത്? ആ ചോദ്യം ആരുടെ മനസ്സിലും പോവില്ല. നിങ്ങളുടെ പ്രണാമം ബുദ്ധിയെ കൂടി ഉൾക്കൊള്ളണമെങ്കിൽ ഈ തത്വവിചാരം ഉണ്ടായേ തീരുള്ളൂ. ബുദ്ധിയെ പണയം വെച്ചിട്ടൊരു ഭക്തി ഉണ്ടായാൽ പറ്റില്ല.
പ്രയോജനം ഉണ്ടാവില്ല. നിങ്ങൾക്ക് കുറേ സന്തോഷമൊക്കെ അനുഭവിച്ചുകൊണ്ട് ഭഗവാന്റെ ഭക്തനാണെന്നും പറഞ്ഞ് ചന്ദ്രമോ ഭസ്മമോ ഒക്കെ പൂശി ഇങ്ങനെ നടക്കാം, എളിഞ്ഞു നടക്കാം, ഒരു വിരോധവും ഇല്ല. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഭക്തി മുക്തിപ്രദമാകണം, മനസ്സിന് പൂർണ്ണ സൗഭാഗ്യം അണയ്ക്കണം, എല്ലാ വിധത്തിലുള്ള കെട്ടുപൂട്ടുകളും പോണം, ആശയത്തെളിച്ചമുണ്ടാവണം, എല്ലാവർക്കും അഭികാമ്യനായി തീരണം, ആദരാർഹനായി തീരണം നിങ്ങളുടെ ജീവിതം പെരുമാറ്റം എന്നുണ്ടെങ്കിൽ ആലോചിക്കാതെ പറ്റില്ല. അപ്പോൾ ത്രിഗുണരൂപത്തിലുള്ള മായയാൽ ആത്മനി അവനവനിൽ തന്നെ. അപ്പോൾ ഈശ്വരൻ ഒരു കുംഭാരൻ മണ്ണ് കൊണ്ടുവന്ന് കുടമുണ്ടാക്കണം. മണ്ണ് അദ്ദേഹത്തിൻ്റെ അല്ല, അദ്ദേഹം വിട്ട് പുറത്തുള്ളൊരു പദാർത്ഥം. കുടം ഉണ്ടാക്കി വയ്ക്കുന്നതോ അതും നിലത്താണ്, അദ്ദേഹമല്ലാത്ത മറ്റൊന്നില്ല. അപ്പോൾ ഈശ്വരൻ ഈ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? ഈശ്വരൻ എവിടെയോ ഉണ്ട്, എന്നിട്ട് എന്തോ ഒരു പദാർത്ഥം എടുത്ത് സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഈശ്വരനാവില്ല. സൃഷ്ടിക്കാനുള്ള പദാർത്ഥം എവിടുന്ന് കിട്ടി? അദ്ദേഹമല്ലാതെ വേറെ ഒന്നാണോ മേടിച്ചത്? അപ്പോൾ ആ വേറെ ഒന്ന് എവിടെയായിരുന്നു? അപ്പോൾ ഈശ്വരൻ എന്ന് പറയുന്നത് സർവ്വവ്യാപി അല്ലല്ലോ. സർവ്വവ്യാപി ആണെങ്കിൽ ഈശ്വര ബാഹ്യമായിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. എന്താ ഞാനിങ്ങനെ പറയുന്നു, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഈശ്വരൻ എന്നൊരു വാക്ക് പറഞ്ഞ് വിടാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ശ്രീമദ് ഭാഗവതം അത് അനുവദിക്കുന്നില്ല, സ്വയം ചെയ്യുന്നുമില്ല. അപ്പം അവനവനിൽ തന്നെയാണ് അങ്ങ് ഈ സൃഷ്ടിച്ചിരിക്കുന്നത്. ഏതുപോലെ നാം ഉറങ്ങുന്ന സമയത്ത് നാം ഒരു സ്വപ്നം കാണുന്നു. ആ സ്വപ്നം കാണുന്ന സമയത്ത് ആ സ്വപ്നലോകം വളരെ വിസ്താരപ്പെട്ടതാ. അതിലുണ്ടൊരു ഭൂമി, അതിലുണ്ട് സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, അതിലുണ്ട് വിമാനയാത്ര, അതിലുണ്ട് ബോംബെ, കൽക്കട്ട, അമേരിക്ക, വാഷിങ്ടൺ, ന്യൂയോർക്ക്, ഇതൊക്കെ അവിടെ ഉണ്ട് ശരീരത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ ശരീരത്തിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാവുക? പക്ഷേ സ്വപ്നത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നില്ലേ? അത് മുഴുവൻ ഉണ്ടാക്കുന്നത് ആരാ? മനസ്സ്. എവിടെയാണ് അത് ഉണ്ടാക്കുന്നത്? മനസ്സിൽ തന്നെ. എന്തുപയോഗിച്ചിട്ടാ? മനസ്സിനെ ഉപയോഗിച്ച്. മനസ്സ് തന്നെ തന്നാൽ മാത്രം തന്നിൽ നിലനിർത്തുന്ന ഒരു പ്രതിഭാസമാണ് സ്വപ്നം. അതുപോലെയാണ് ഈ സൃഷ്ടി. അപ്പം ഈശ്വരൻ ഒഴികെ ഒന്നുമില്ല. അദ്ദേഹത്തിനിൽ തന്നെയാണ്. ദുർവിഭാവ്യം വ്യക്തം. വിഭാവനം ചെയ്യാൻ എളുപ്പമല്ല. ബാക്കി പലതും നമുക്ക് കണ്ടും കേട്ടും കമ്പയർ ചെയ്തും കോൺട്രാസ്റ്റ് ചെയ്തും മനസ്സിലാക്കാം, തുലനം ചെയ്ത് താരതമ്യപ്പെടുത്തി മനസ്സിലാക്കാം. ഇവിടെയോ അങ്ങനെയല്ല. ദുർവിഭാവ്യം. അങ്ങയുടെ സൃഷ്ടിയെക്കുറിച്ച് ആലോചിച്ചാൽ ഇന്ന പ്രകാരമാണെന്ന് പറയാൻ പെട്ടെന്ന് നമുക്ക് പറ്റില്ല. ദുർവിഭാവ്യം. ഈശ്വരൻ സ്വതവേ അവ്യക്തനാ. ആദ്യത്തെ സ്ഥിതി എന്താ? ഈ ഗുണങ്ങൾക്ക് മുൻപുള്ളതായ സ്ഥിതി എന്താ? അവ്യാകൃതം, അവ്യക്തം. ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട് നവയോഗി സംവാദത്തിൽ. ത്രിഗുണങ്ങളിൽ ഒരു ചലനം വന്നപ്പോഴാണ് പ്രതികരണവും പ്രതിപ്രതികരണവും പ്രതികരണവും ഒക്കെ ആയിട്ട് സൃഷ്ടിവിശേഷം ഇങ്ങനെ വ്യക്തമായി പുറത്തു വന്നത്. ഭൂമിയുടെ സ്ഥിതി എന്താ? സൂര്യൻ ഒരു ഫ്യൂമാണ്, ഒരു ആവി പോലെ ഒന്നാണ്. അതിങ്ങനെ ഉറച്ച സോളിഡായിട്ടുള്ളതല്ല, ഒരു ഗ്യാസാണ്. ആ ഗ്യാസിൽ നിന്ന് ഒരു ഭാഗം അടർന്നു വന്ന് ഇങ്ങനെ താഴ്ത്തു വന്ന് തണുത്ത് അവസാനം അതിൻ്റെ ഉപരിതലം മുഴുവനും തണുത്ത് ഇങ്ങനെ സോളിഡായി ഖരവസ്തുവായി. ഇപ്പോഴും ഭൂമിയുടെ ഉള്ളു ഗ്യാസാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ചിന്തിക്കാൻ തയ്യാറുണ്ടോ? ഒരു കാര്യം പറയാം, ഈ സംപ്രേഷണം പ്രേക്ഷകരായിട്ട് നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാതെ പറ്റില്ല. പ്രേക്ഷകരെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതാണ് ഭൂമാനന്ദ സ്വാമിജിയുടെ ഉദ്ദേശം, ഈ സംപ്രേഷണത്തിൻ്റെ ഉദ്ദേശം. എന്നോട് ആദ്യമേ പറഞ്ഞു, സ്വാമിജി എന്നെ വിളിച്ചിട്ടല്ല പറഞ്ഞത്, പ്രൊഡ്യൂസറുടെ അടുത്താണ് പറഞ്ഞത്, ഞങ്ങൾക്ക് ഈ കഥയല്ലാതെ തത്വകഥനം വേണം, ഞങ്ങൾക്ക് മൂല്യങ്ങളും ജീവിത സിദ്ധാന്തങ്ങളും മനസ്സിലാക്കണം, അതിനൊരു സംപ്രേഷണം ഏർപ്പെടുത്തൂ എന്ന് പറഞ്ഞ് പലതവണ പറഞ്ഞതിന് ശേഷമാണത്രേ എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു പക്ഷേ ഈ സ്വാമിജി ഇത് പറയാൻ ഏറ്റവും പറ്റിയ ആളാണെന്ന്. നിങ്ങൾ തന്നെ തീരുമാനിക്കൂ ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന്. എന്താ അവിടെ? ത്വം മായയാ ത്രിഗുണയാത്മനി ദുർവിഭാവ്യം വ്യക്തം സൃജസ്യ അവസി ലുംബസി തദ്ഗുണസ്ഥഃ. വ്യക്തമാക്കി തീർക്കുന്നു. ആദ്യം ഈ ഗുണത്തിന് മുൻപ് അവ്യക്തമായിരുന്നു എല്ലാം. ആ അവ്യക്തമായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ജഗദീശ്വരൻ എന്ന് പറയുന്ന സത്താവിശേഷം എന്താ അത്? ഐ വുഡ് ലൈക്ക് ടു ഡിസ്ക്രൈബ് ഇറ്റ് ആസ് സുപ്രീം ഇൻ്റലിജൻസ്. അങ്ങേയറ്റത്തെ സർവപ്രഭാവമുള്ള ഒരു ബുദ്ധിവിശേഷമാണിത്, ഒരു ചേതനാവിശേഷമാണിത്.
അതെന്ത് ചെയ്തു? വ്യക്തം സൃജസ്യവസി ലുംപസി. ഈ വ്യക്തമായിരിക്കുന്ന പാഞ്ചഭൗതിക പ്രപഞ്ചത്തെ, സൃഷ്ടിവിശേഷത്തെ സൃജസി, അതിനെ സൃഷ്ടിക്കുന്നു, അവസി സംരക്ഷിക്കുന്നു, ലുംപസി അതിനെ ലയിപ്പിക്കുന്നു. എങ്ങനെ? തദ്ഗുണസ്ഥ. സൃഷ്ടിച്ചതിന് ശേഷം ഇങ്ങനെ പന്തടിക്കുന്ന മാതിരി അടിച്ച് നീ ഗ്രൗണ്ടിൽ പോയി ഉരുണ്ടോ എന്ന് പറയാനായിട്ട് വിട്ടിരിക്കുകയല്ല. തദ്ഗുണസ്ഥ, ആ സത്വരജസ്തമോ ഗുണങ്ങളിൽ തന്നെ ഉള്ളിൽ ഒതുങ്ങിയിരുന്നു കൊണ്ട്. എന്തു പറയുന്നു? ഞാൻ പറയട്ടേത് മനസ്സിലാവില്ലേ? മനസ്സിലാക്കില്ലേ? അല്ലെങ്കിൽ ഈ ശ്ലോകങ്ങളൊക്കെ കടന്നങ്ങോട്ട് പോവാം. ലുംബസി തദ്ഗുണസ്ഥ, ആ ഗുണങ്ങളിൽ തന്നെ ഉറച്ചിരുന്നു കൊണ്ടാണ്. നൈദർഭവാൻ അജിത കർമ്മഭിരജ്യതേവൈ. എൻ്റെ ഈശ്വര, അങ്ങ് ഈ ഗുണങ്ങളിലൊക്കെ പൂഴ്ന്നിരുന്നു കൊണ്ട്, ഈ ഗുണങ്ങൾ വരുത്തി തീർക്കുന്ന പലവിധത്തിലുള്ള പ്രകാര വികാര ഭേദങ്ങളുണ്ടല്ലോ, ഗതിവിഗതികൾ, ചലനങ്ങൾ, പരിണാമങ്ങൾ, ഇതിലൊക്കെ പെട്ട് നൈദൈർഭവാൻ അജിത കർമ്മഭിഹി അജ്യതേ വൈ. ഈ ഗുണങ്ങൾ വരുത്തി തീർക്കുന്നതായ കർമ്മവിശേഷങ്ങൾ, അത് മൃഗങ്ങളിലായാലും പക്ഷികളിലായാലും പഞ്ചഭൂതങ്ങളിലായാലും, ഭൂമി ഇങ്ങനെ വട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു, ഭ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ചന്ദ്രനും പ്രദക്ഷിണം വയ്ക്കുന്നു, സൂര്യനും ഉണ്ടാവും അതേമാതിരി ഒരു ഗതി. ചരാചരങ്ങൾ, ഇനിയിപ്പോൾ ചരങ്ങളിൽ വന്നാലോ, ബാക്ടീരിയം മുതൽക്കെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലെല്ലാം ഈ ഈശ്വര ചൈതന്യമുണ്ട്. അങ്ങനെ ഉള്ളിലിരിക്കുമ്പോൾ ഈ കഴിയുന്ന പ്രതികരണങ്ങളാൽ ഒക്കെ അത് ബാധിക്കപ്പെടുന്നുണ്ടോ? ഇല്ല. നൈദൈർഭവാൻ അജിത കർമ്മഭിഹി അജ്യതേ വൈ. സ്വല്പം പോലും ഇതിൽ ഒട്ടലോ ഇതിൽ ഈഷലോ അങ്ങക്കില്ല. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഈശ്വരൻ ഇതില്ല എന്ന് പറയുന്നത് പോലെ ഈശ്വരാംശമായിരിക്കുന്ന നിങ്ങളുടെ ജീവനും അതുപോലെ ഇല്ലാത്തതാണ് എന്നാണ് ഇവിടെ പറഞ്ഞു ഉപദേശിക്കാൻ പോകുന്നത്. നിങ്ങൾക്കൊരു കുടുംബമുണ്ടായി, കുട്ടികളുണ്ടായി, പേരക്കുട്ടികളുണ്ടായി. അത് കഴിഞ്ഞ് പോവാൻ കാലത്ത് അയ്യോ എനിക്ക് ഇവരൊന്നും വിട്ടുപോവാൻ വയ്യേ വയ്യേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണോ പോണ്ടത്? അല്ല, ഞാൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു, എനിക്ക് മക്കളായി, മക്കളായി ഒക്കെ അവരവരുടെ സ്ഥാനത്ത് ഭൂമിദേവിക്ക് പ്രദാനം ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് ചിരിച്ച മുഖത്തോടുകൂടി ആപ്ത കാമനോ കാമയോ ആയി ഞാനിതാ പോകുന്നു എന്ന് മക്കളെ വിളിച്ച് പറയാൻ പറ്റണം. പറ്റിക്കും, അത് സാധിപ്പിക്കും ഈ ഭാഗവതം. അപ്പോഴാണ് ശ്രവണവും മനനവും ശരിക്ക് കൊള്ളുക. അതുവരെ കൊണ്ടിട്ടില്ല. പരീക്ഷത്തിന് സാധിച്ചോ? അതുപോലെ നിങ്ങൾക്ക് സാധിക്കും. ശ്രീരാമന് വസിഷ്ഠൻ്റെ ഉപദേശം കേട്ട് സാധിച്ചോ? 7-ാം ദിവസം തന്നെ കണ്ണടച്ച് ലയിച്ചിരുന്നുവല്ലോ, അതുപോലെ നിങ്ങൾക്കും സാധിക്കും. 1-2 ആൾക്കാർ ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു, ഈ സംപ്രേഷണം കേൾക്കുമ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ഞാൻ കേട്ടു, കുറച്ച് കഴിഞ്ഞ് കണ്ണടഞ്ഞു, മനസ്സിൽ ധ്യാനമായി, ആ ധ്യാനം മൂത്ത് എല്ലാം മറന്ന് ഉള്ളിൽ ഒതുങ്ങിയിരുന്നു എന്നായിരുന്നു ഒരാളുടെ പ്രതികരണം. അത് സംഭവിക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് നിങ്ങളുടെ അഫിനിറ്റി, അറ്റ്യൂൺമെൻറ്റ്, ഹാർമണി അതനുസരിച്ചാണ് ഇരിക്കുക. ഈ സംപ്രേഷണത്തിനോട് എത്രത്തോളം നിങ്ങളുടെ മനസ്സിന് സാമഞ്ജസ്യം, എന്താ ഈ സാമഞ്ജസ്യം എന്ന് പറഞ്ഞാൽ? ഇണക്കം എത്രത്തോളമുണ്ട്. ആ പദം ആരും ഉപയോഗിക്കാത്തതാ മലയാളത്തിൽ. സാമഞ്ജസ്യം, അതാണ് ശരിക്ക് ഹാർമണി എന്നുള്ള വാക്കിനർത്ഥം. നമ്മുടെ മലയാള ഭാഷയിൽ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പല പദങ്ങളും പ്രചാരത്തിലില്ല. ഞാൻ പറയുന്നതിൽ മാനം, പരിമാണം എന്നൊക്കെ പറയും. ഡയമെൻഷൻ എന്നാണ് അർത്ഥം. അതൊരിക്കലും നമ്മുടെ വീട്ടുഭാഷയായിട്ടില്ല. ആവണം. ഈ സംപ്രേഷണത്തിലൂടെയെങ്കിലും നിങ്ങളുടെ വീട്ടുഭാഷ മാറട്ടെ. ഈ ഭാഷ മുഴുവനും ഡിക്ഷണറിയിൽ വെച്ചുകൊണ്ടിരിക്കാനാണോ? പദങ്ങൾ ഉപയോഗിക്കാനല്ലേ അത്. മനുഷ്യർ ഉപയോഗിക്കുന്ന പദങ്ങളല്ലേ ശബ്ദ നിഘണ്ടുവിലുള്ളത്. അത് നിഘണ്ടുവിൽ മാത്രമേ ഉള്ളൂ, നമുക്കാർക്കും ഒന്നുമില്ല. ഇതെന്താ അത് കഥ? നമ്മുടെ മലയാള ഭാഷയ്ക്ക് വളരണ്ടേ? ഇനിയും വളരാനുണ്ട്. പലതരത്തിലും നിങ്ങൾ ചിന്തിക്കൂ, നോക്കൂ. അതിനെങ്കിലും ഈ സംപ്രേഷണം ഉപയോഗിക്കട്ടെ. നൈദൈർഭവാൻ അജിത കർമ്മഭിഹി അജ്യതേ വൈ. ഈ കർമ്മങ്ങൾ കൊണ്ടൊന്നും ഒരു തരത്തിലും അങ്ങക്ക് ഒരു ബാധ വരുന്നില്ല. അങ്ങ് അജിതനാണ്, ഒന്നിനാലും ജയിക്കപ്പെടാത്തവനാണ്, അജിതനാണങ്ങ്. യത് സ്വേ സുഖേ അവ്യവഹിതേ അഭിരതോ അനവദ്യ. ഇതാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ അധ്യാത്മ ഉപദേശം, അധ്യാത്മ പ്രസ്താവന. കാരണം എന്താ? സ്വേ സുഖേ, സ്വേ സുഖേ, തൻ്റെ സുഖത്തിൽ എന്ന് പറഞ്ഞാൽ തൻ്റെ ആന്തരമായിരിക്കുന്ന നിറവിലും മികവിലും.
അവ്യവഹിതേ അഭിരതോ അനവദ്യഃ. തൻ്റെ ഉൾസുഖത്തിൽ ഒരു തരത്തിലുള്ള മറവും കുറവുമില്ലാതെ അഭിരതനായി അനവദ്യനായി ഒരു തരത്തിലുള്ള കോട്ടവും കുറവുമില്ലാതെ അങ്ങങ്ങട് ഉള്ളിലങ്ങനെ ഇരിക്കുക. അപ്പോൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് ശരീരത്തോടുകൂടി വ്യവഹാരക്ഷമമായിരിക്കുന്ന ജീവിതം പിന്തുടരുന്ന സമയത്ത് നമ്മൾക്ക് ഉള്ളിലൊരു പിടിപ്പും ഒരു ഇരുത്തവും വേണം. അങ്ങനെയാണ് ഈശ്വരൻ ഈ ലോകത്തെ കൊണ്ടു നടക്കുന്നത്. ലോകത്തെ കൊണ്ടു നടക്കുന്നത് അങ്ങനെയാണ്. ഇവിടെ ക്രൂരമൃഗങ്ങളുണ്ട്, ശാന്തമൃഗങ്ങളുണ്ട്. ഈ ക്രൂരമൃഗങ്ങൾ ശാന്തമൃഗങ്ങളെ കൊന്നു തിന്നും. ആ കൊന്നു തിന്നപ്പെടുന്നതിലും ഈശ്വരൻ്റെ ശരീരവും ഈശ്വരൻ്റെ ജീവനുമാണത്. കൊല്ലുന്നതിലും ഈശ്വരൻ തന്നെയാണ് ജീവനും ശരീരവുമായിട്ടിരിക്കുന്നത്. ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ കൊന്നു തില്ലുമ്പോൾ ആ തിന്നപ്പെടുന്നതിൻ്റെ ഉള്ളിലും ഈശ്വരാംശമായ ജീവനും അത് നിർമ്മിച്ച ശരീരവുമാണ്. കൊല്ലുന്നതിലും അതാ. സത്യത്തിൽ എന്താ അവിടെ നടക്കുന്നത്? ന അജ്യതേ. അങ്ങനെ വധിക്കുന്നതിലും വധിക്കപ്പെടുന്നതിലും ഒരു തരത്തിലുള്ള ബാധയും ആ ഉൾസത്തയ്ക്കില്ല എന്ന് ഞാൻ പറയുമ്പോൾ പ്രേക്ഷകരെ, ഭൂമാനന്ദ സ്വാമിജി ഒറ്റപ്പെടുന്നുണ്ടോ ഇവിടെ? അതോ നിങ്ങൾ ചിലരെങ്കിലും കൂടെയുണ്ടോ? ഇങ്ങനെ ചോദിക്കാതെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. എന്താ അതിന് കാരണം എന്ന് വെച്ചാൽ, ഇതാണ് ഇവിടെ സത്യം. ഇതാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് പരീക്ഷത്തിൻ്റെ മുൻപിൽ തക്ഷകൻ്റെ കടി നിഷ്ഫലമായത്. ശരീരത്തിനെ കടിച്ചു, പരീക്ഷത്തിന് വേദന ഏൽപ്പിക്കാൻ പറ്റിയില്ല. നൈതൈർഭവാനജിത കർമ്മഭിരജ്യതേ വൈ യത് സ്വേ സുഖേ അവ്യവഹിതേ അഭിരതോ അനവദ്യഃ. എനിക്കിതിവിടെ പറഞ്ഞു നിർത്താൻ പറ്റില്ല. ഭാഗവതം എന്ന് പറയുന്നത് അധ്യാത്മഗ്രന്ഥമാണ്, വേദാന്ത ഗ്രന്ഥമാണ്. മനുഷ്യർക്കുമുണ്ടല്ലോ ഇങ്ങനെ ഒരു നില. എന്താ ആ നില? അവർക്ക് ജാഗ്രത അവസ്ഥയാണ് ഈ വ്യവഹാരം. നാം ഒക്കെ ഇപ്പോൾ ഉണർന്നിരിക്കുകയാണ്. ആ ഉണർന്നിരിക്കുന്ന ജാഗ്രത് എന്ന് പറയുന്ന അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയിലാണ് ഭൂമാനന്ദ സ്വാമിജി സംസാരിക്കുന്നത്. പ്രേക്ഷകരായിരിക്കുന്ന നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് ജാഗ്രത അവസ്ഥയിലാണ്. ഈ ജാഗ്രത അവസ്ഥ മാത്രമാണോ നമുക്ക്? അല്ല, അല്ല. സമാന്തരമായിട്ട് ഇന്നലെ നിങ്ങളെല്ലാവരും കിടന്നുറങ്ങിയിട്ടുണ്ടാവും. ഞാനും കിടന്നുറങ്ങി. എത്ര നേരം എനിക്കറിയില്ല. ഞാൻ ഇന്നലെ ഒരു 12:30 മണിയായി കിടക്കുമ്പോൾ എണീറ്റ് നോക്കിയപ്പോൾ ഏതാണ്ട് 4:15 അപ്പോൾ ഇത്ര നേരത്തെ എണീക്കേണ്ട, നാളെ നമുക്കൊരു സംപ്രേഷണത്തിനുള്ള തയ്യാറുണ്ടല്ലോ എന്ന് വിചാരിച്ച് എന്ത് ചെയ്തു? അവിടെ കിടന്നു, കണ്ണടച്ച് കിടന്നു. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ മണി 4:25. അപ്പോൾ 5 മണി ആവട്ടെ എന്ന് വിചാരിച്ചിരുന്നു. കുറച്ചും കൂടിയും കഴിഞ്ഞപ്പോൾ എണീറ്റു. എന്തിനാ ഞാനിത് പറയുന്നത്? നിങ്ങളും ഉറങ്ങിക്കാണും. എന്താ ഈ ഉറക്കം? ഉറക്കം എന്താ? ആ ഉറക്കത്തിൽ നിങ്ങളൊരു കുടുംബസ്ഥനോ കുടുംബസ്ഥയോ ആണോ? അമ്മയാണോ? അച്ഛനാണോ? മക്കളുണ്ടോ? അവരൊക്കെ എവിടെയാ? ആറ്റുനോറ്റ് പ്രസവിച്ച ഒരു കുട്ടിയുടെ അടുത്ത് കിടക്കുന്ന അമ്മ പോലും ഉറങ്ങുന്ന സമയത്ത് അവിടെ കുട്ടിയില്ല. ഉണ്ടോ അവിടെ കുട്ടി? ആരെങ്കിലും പറയോ ഉണ്ടെന്ന്? ദേഹബോധമില്ല, മനസ്സുമില്ല, ബുദ്ധിയില്ല, അഹങ്കാരവും ഇല്ല, പ്രപഞ്ചത്തിൻ്റെ ബോധം തീരെയില്ല. അങ്ങനെ എത്രത്തോളം ബന്ധനം എന്ന് നിങ്ങൾ പറയുന്നുവോ അതേമാതിരി ആ ബന്ധനത്തെ മുഴുവൻ വിട്ട് പരിപൂർണമായി നിർമുക്തമായിരിക്കുന്ന ഒരു നിലയല്ലേ നിങ്ങളുടെ ഈ ഉറക്കം എന്ന് ഞാൻ ചോദിക്കുന്നു. ആ ഉറക്കത്തിൽ എവിടെ പോയി? ഞാൻ ഉറങ്ങി, ഞാൻ മാത്രമായി ഉറങ്ങി. അവിടെ ഞാനല്ലാതെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഞാൻ എന്താ? ഒരു കരിങ്കല്ലാണോ? അല്ല. അതൊരു കുടം വെള്ളമാണോ? അല്ല. അത് കുറച്ച് കാറ്റാണോ? അല്ല. അതെന്താ? എനിക്ക് പറയാനറിയില്ല. ഒന്ന് പറയാം, അത് മണ്ണല്ല, വെള്ളമല്ല, കാറ്റല്ല, തീയല്ല, പ്രകാശമല്ല. ഞാൻ കിടന്നുറങ്ങി. അപ്പം അങ്ങനെ ഉറങ്ങുന്ന ഒരു സാധനമുണ്ടല്ലോ. ഉറങ്ങുന്നത് വരെ നിങ്ങൾ വല്ലാതെ ബാധയോടുകൂടി ആവലാതിയോടുകൂടിയാണ് വ്യവഹരിച്ചു കൊണ്ടിരുന്നത്. ആ വ്യവഹാരം മുഴുവനും പോയി നിങ്ങൾ അവിടെ കിടന്നുറങ്ങി. ആ ഉറങ്ങുന്ന സമയത്ത് അവ്യവഹിതേ അഭിരതോ അനവദ്യഃ. ഒരാൾ കിടന്നുറങ്ങുമ്പോൾ നിരുപദ്രവിയായിട്ടാണ് ഉറങ്ങുന്നത്. ഉറങ്ങുന്ന ആളെ പറ്റിയിട്ട് ഒരു കുറ്റവും ആരോപിക്കാൻ നമുക്ക് പറ്റില്ല. ആ ഉള്ളിൽ ഒതുങ്ങി കിടക്കുകയാണ്. അവരും അങ്ങനെ ഉറങ്ങി അനുഭവിക്കുന്നുണ്ടല്ലോ. അവർക്കെന്താ ഇത് മനസ്സിലാവാത്തത്? അതാണ് സാധാരണ മനുഷ്യനും അങ്ങയ്ക്കും തമ്മിലുള്ള വ്യത്യാസം. നൈതൈർഭവാനജിത കർമ്മഭിരജ്യതേ വൈ
യസ്വേ സുഖേ അവ്യവഹിതോ അഭിരതോ അനവദ്യ. പറയട്ടെ, ഞാൻ കേൾക്കോ? നിങ്ങൾ മനനം ചെയ്ത് ഗ്രഹിക്കോ? ഈ ഉറങ്ങിയ ഞാൻ തന്നെയല്ലേ ഉണർന്നെണീറ്റത്? അതോ വേറെ ഒരു ഞാനോ? അല്ല. ആരാണോ എല്ലാം വിട്ട് തന്നെയായി ഒന്നിനോടും ബന്ധമില്ലാതെ ഒരു പാപക്കറയോ ഒരു പുണ്യ ലാഭമോ ഒന്നുമില്ലാതെ കിടന്നുറങ്ങിയത്, ആ ഞാൻ തന്നെയാണ് ഉണർന്നെണീക്കുന്നത്. ആ ഞാനിൽ വല്ല വ്യത്യാസമുണ്ടോ? ഇല്ല. അപ്പം ഈ ഉറങ്ങി എണീറ്റ് ഈ ഉണർന്നിരിക്കുന്ന ദശയിലും നിങ്ങൾക്ക് ഞാൻ നിർബാധിതനായിരിക്കുന്ന ഒരു ഞാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞുകൂടിക്കൂടെ? സ്വാമിജി, കൂടണം അത്രയെങ്കിലും പറയണ്ടല്ലോ. അത് കൂടണം. അതിനാണ് ഈ ശാസ്ത്രം. ശ്രീകൃഷ്ണൻ പറയാൻ പോവാണ്. ഹംസഗീത എന്നാണ് പറയാതിന്. ഒരു അരയന്നത്തിൻ്റെ രൂപത്തിൽ ബ്രഹ്മാവിനെയും സനകാദികളെയും എല്ലാം ഇരിക്കുന്ന സമയത്ത് അവരെ ഉദ്ബോധിപ്പിക്കാനായി പറഞ്ഞതാണ് രംഗം. എന്താണത്? യോ ജാഗരേ ബഹിരനുക്ഷണധർമ്മിണോർത്ഥാൻ ഭുങ്ക്തേ സമസ്തകരൈർ ഹൃദയത് സദൃക്ഷാൻ സ്വപ്നേ സുഷുപ്ത ഉപസംഹരതേ സ ഏകഃ സ്മൃത്യന്വയാത് ത്രിഗുണവൃത്തി ദൃഗേന്ദ്രിയേശഃ. ഇവിടെയാണ് എനിക്ക് നിങ്ങളൊക്കെ മനനം ചെയ്യണം, വായിക്കണം എന്ന് പറയാനുള്ളത്. ഞാൻ ഒരു തവണ ഇത് പറയും, ആ ഒരു തവണ നിങ്ങൾ കേൾക്കും. നന്നായി എന്ന് സ്വയം അനുമോദിക്കും. സ്വാമിജിയും ഒരു പക്ഷേ അഭിനന്ദിക്കും. അവിടെ നിൽക്കുക. പോരാ. ഈ കേട്ടത് നിങ്ങളുടെ സ്വന്തമാവണം. അതിനാണ് മനനം. കേട്ടോളൂ, ഇവിടെ എന്താ പറയണത്? യോ, ആരാണോ ജാഗരേ ബഹിരനുക്ഷണധർമ്മിണോർത്ഥാൻ ഭുങ്ക്തേ, അനുക്ഷണം ഓരേ ക്ഷണം തോറും ഇന്ദ്രിയങ്ങൾ മുഖേന ലോകവസ്തുക്കളെ ആരാണോ മാറി കണ്ടും കേട്ടും അനുഭവിക്കുന്നത്, സമസ്തകരണൈർ ഹൃദയത് സദൃക്ഷാൻ സ്വപ്നേ, ഉറങ്ങിയിട്ട് സ്വപ്നം കാണുന്ന സമയത്ത് സമാനമായിരിക്കുന്ന സൂക്ഷ്മമായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് എങ്ങനെയാണോ ശരീരത്തിൻ്റെ ഉള്ളിൽ ഇതേമാതിരിയുള്ള ലോകവിഭവങ്ങളെ അനുഭവിക്കുന്നത്. അപ്പോൾ എന്തായി ഇവിടെ? ആരാണോ ജാഗ്രത അവസ്ഥയിൽ സ്ഥൂല വസ്തുക്കളെ മാറി അന്യമായി കണ്ട് ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്നത്, അതേ ആൾ കിടന്നുറങ്ങി സമാനമായിരിക്കുന്ന സൂക്ഷ്മ വസ്തുക്കളെ ശരീരത്തിൻ്റെ ഉള്ളിൽ സൂക്ഷ്മമായി അനുഭവിച്ചു. എന്നിട്ടോ ഉറങ്ങുന്ന സമയത്തോ അതും വിട്ട് സുഷുപ്ത ഉപസംഹരതേ, ആ സൂക്ഷ്മ വസ്തുക്കളുമില്ല സ്ഥൂല വസ്തുക്കളുമില്ല, എല്ലാറ്റിനെയും വിട്ട് ഉപസംഹരിച്ച് ആ സുഷുപ്തിയിൽ കിടന്നങ്ങടി ലയിച്ച് ഉറങ്ങുന്നു. ആ ഉറങ്ങുന്ന മനുഷ്യൻ സ ഏകഃ. ഈ ഉറങ്ങുന്നവനും സ്വപ്നം കണ്ടവനും ഉണർന്നിരിക്കുന്നവനും ഒരേ ഒരാളാണ്. നിങ്ങൾക്ക് കണക്ക് ശാസ്ത്രം അറിയോ? എന്നാൽ ഇത് സമ്മതിച്ചേ തീരൂ. എപ്പോഴൊക്കെ നിങ്ങൾ സമ്മതിക്കുന്നുവോ ഞാൻ തനിപ്പെട്ട ഒന്നിനോടും ബാധയില്ലാതെ ഒന്നിനോടും ബന്ധപ്പെടാതെ കിടന്നുറങ്ങി 6-7 മണിക്കൂർ, ആ ഞാൻ തന്നെയാണ് എൻ്റെ ഉള്ളിൽ എൻ്റെ മനസ്സുകൊണ്ട് സ്വയം ഇതേമാതിരി സമാനമായ ഒരു ലോകം സൃഷ്ടിച്ചത്. അതൊക്കെ സൂക്ഷ്മമായിരുന്നു. ആ ആൾ തന്നെയാണ് എണീട്ട് സ്ഥൂല വസ്തുക്കളെ അനുഭവിക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്നാണ്. ദൃഗിന്ദ്രിയേശഃ. ഇതാണ് ദ സബ്ജക്റ്റ്, ദ സാക്ഷി, ദൃക്, ദ്രഷ്ട എന്ന് പറയുന്നത്. അപ്പോൾ ആ ദ്രഷ്ട ഈ ജാഗ്രത അവസ്ഥയിൽ വ്യവഹാരങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ബാധിക്കപ്പെടുന്നതാണോ അതോ തനിപ്പെട്ട് നിർബാധമായി നിൽക്കുന്നതാണോ എന്നാണ് ചോദ്യം. അപ്പോൾ സാധാരണക്കാർ ഉറക്കത്തിൽ ആത്മസ്ഥിതരാണ്, പക്ഷേ അവരറിയുന്നില്ല. അങ്ങനെ ഉറക്കം ശരീരത്തിൻ്റെ ക്ഷീണം മാറാനുള്ള ഒരു ബയോളജിക്കൽ റിക്വയർമെൻ്റാണ് എന്ന് വിചാരിച്ചങ്ങോട്ട് വിട്ടുകളയുക. ആ ഉറക്കത്തിനെ അപഗ്രഥിച്ച് പരിഗണിച്ച് വിചിന്തനം ചെയ്ത് തുലനം ചെയ്ത് ജാഗ്രത അവസ്ഥയോടും സ്വപ്നാവസ്ഥയോടും കൂടി തട്ടിച്ചു നോക്കി ആ ഉറക്കത്തിൽ നിന്ന് നമുക്ക് വേണ്ട ബ്രഹ്മജ്ഞാനം, ആത്മജ്ഞാനം, ഈശ്വര സാക്ഷാത്കാരം കടഞ്ഞെടുക്കാൻ അവർ പുറപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അങ്ങയ്ക്ക് ആ വിഷമമില്ല. അതാണ് ഗുണങ്ങൾക്ക് മുൻപ് അവ്യക്തമായിരുന്ന അങ്ങ് ഗുണങ്ങളോടുകൂടി ബന്ധപ്പെട്ട് ആ ഗുണങ്ങളിൽ തന്നെ പൂഴ്ന്നു നിന്നുകൊണ്ട് ഈ വ്യക്തമായ പ്രപഞ്ചത്തെ ഉണ്ടാക്കി ആ പ്രപഞ്ച വ്യവഹാരങ്ങളൊക്കെ നടക്കുന്ന സമയത്തും അങ്ങയ്ക്ക് മനസ്സിലാവുന്നുണ്ട് എന്ത്? ഞാൻ അവ്യക്തനാണ്, ഞാൻ ആന്തരനാണ്, ഞാൻ ആത്മതത്വമാണ്, എനിക്ക് ഒരു വിധത്തിലുള്ള വിഷമവുമില്ല എന്ന് മനസ്സിലാക്കുന്നു. ബാക്കിയുള്ളവർ മനസ്സിലാക്കുന്നില്ല. ഉറക്കത്തിനുള്ള തകരാറെന്താ? ഒറ്റ തകരാറേ ഉള്ളൂ.
ഉറങ്ങിയതിന് ശേഷം എണീറ്റിട്ടാണ് പറയുന്നത് ഞാൻ ഉറങ്ങി എന്ന്. എപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഞാനിതാ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു സ്വാമിജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തത്വജ്ഞാനിയായി. ഞാൻ ദാ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു, കാണുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു, ഭക്ഷണം കഴിക്കുമ്പോൾ കഴിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, അതേമാതിരി ഉറങ്ങുകയാണെന്ന് പറയാൻ സാധിച്ചാൽ ശരിയായി. അപ്പോൾ ഇതിന് ഒന്ന് രണ്ട് നല്ല ശ്ലോകങ്ങളുണ്ട്, അത് പറഞ്ഞ് മനസ്സിലാക്കി തരാം. വളരെ വിശേഷപ്പെട്ടതാണല്ലോ. സുഷുപ്തവത് പ്രശമിതഭാവവൃത്തിന തഥാസ്ഥിതം ജാഗ്രതിതേന ചേതസ കലാന്വിതോ വിധുരിവയഃ സദാ മുദാ നിഷേവ്യതേ മുക്ത ഇതീഹ സ്മൃത. ഇത് യോഗവാസിഷ്ഠത്തിൽ നിന്ന് ശ്രീരാമനോട് വസിഷ്ഠർ പറയുന്നതാ. സുഷുപ്തവത് പ്രശമിതഭാവവൃത്തിന തഥാസ്ഥിതം ജാഗ്രതിതേന ചേതസ. ഈ ഒരു ശ്ലോകത്തിന് ഞാൻ അർത്ഥം പറയാൻ പുറപ്പെട്ട് എൻ്റെ മനസ്സിൽ പ്രേക്ഷകരുടെ ഉള്ളിൽ വേണ്ടത്ര ഞാൻ ഉദ്ദേശിക്കുന്ന ആശയവും മനോവൃത്തികളും ചിത്തവൃത്തികളും ജനിപ്പിക്കണം എന്ന് തോന്നി അത് തൃപ്തിപ്പെടണമെങ്കിൽ ഇത് പെട്ടെന്നൊന്നും പറഞ്ഞു തീരില്ല. മണിക്കൂറുകളോളം ഞാനിത് സംസാരിച്ചു എന്ന് വരും, പല ദൃഷ്ടാന്തങ്ങളോടുകൂടി. അത്രയൊന്നും സമയം ഇവിടെ എടുക്കുന്നില്ല, കുറച്ച് പറഞ്ഞങ്ങോട്ട് വിടാം. നിങ്ങളൊക്കെ ബുദ്ധിമാന്മാരും ബുദ്ധിമതികളും ഒരു ദിവസം കൊണ്ടൊന്നും ആവില്ലല്ലോ. സുഷുപ്തവത് പ്രശമിത ഭാവവൃത്തിന, ഉറങ്ങുന്നവനെ പോലെ ഭാവവൃത്തികളെല്ലാം പ്രശമിക്കണം. നമ്മുടെ മനസ്സിലുണ്ടല്ലോ പല വിധത്തിലുള്ള വിചാരങ്ങൾ, ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? പല വിധത്തിലുള്ള വിചാരങ്ങളാണ് മനസ്സിൽ വരുന്നത്. ഈ വിചാരം എവിടുന്നാ വരണത്? മനസ്സിൽ നിന്ന്. ആ വിചാരത്തിൽ എന്തെങ്കിലും ഒന്ന് മനസ്സല്ലാത്തൊരു ഘടകമുണ്ടോ? സമുദ്രത്തിലോ തടാകത്തിലോ പൊന്തുന്നതായ തിരകളുണ്ടല്ലോ, അലകൾ. ആ അലയിൽ ആ തടാകത്തിലുള്ള ജലമെന്തോ, ജലമയമായ തടാകമെന്തോ, ആ ജലം തന്നെയല്ലേ ഉയർന്നു താഴുന്നത്? അതേമാതിരി നമ്മുടെ മനസ്സെന്തോ, മനസ്സത്ത, അത് തന്നെയല്ലേ ഇങ്ങനെ ചിന്തയും വിചാരവുമായി ഉയർന്നും താഴ്ന്നും ഇരിക്കുന്നത്? അത് വസ്തു ഒന്നാണെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ പരിഭ്രമിക്കുന്നത്? അയ്യോ സ്വാമിജി, എൻ്റെ മനസ്സിൽ പല വിചാരവും വന്നു. പലത് വന്നോട്ടെ, അത് മനസ്സിൻ്റെ കഴിവാണ്. ആ വിചാരങ്ങൾ നിങ്ങൾ എന്തിനാ തെറ്റിദ്ധരിക്കുന്നത്? മനസ്സ് തന്നെയല്ലേ അത്. തീ നല്ലപോലെ കത്തിച്ചാൽ ഉയർന്ന് നാളമായി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സ്വിങ് ചെയ്തുകൊണ്ട് കത്തും. അങ്ങനെ കത്തിയത് കൊണ്ട് തീക്ക് വല്ല മാറ്റം വരുന്നുണ്ടോ? തീ നാളം കൊണ്ട് പൊള്ളുണ്ടോ തീക്ക്? ഇല്ലല്ലോ. നിങ്ങളുടെ മനസ്സെന്തിനാ പൊള്ളണേ? മനസ്സിൻ്റെ തന്നെ നാളമായിരിക്കുന്ന ചിന്ത കൊണ്ട്. ഞാനിത് മനസ്സിലാക്കിയെന്ന് വെക്കണോ വേണ്ട ഇല്ലയെന്ന് വിചാരിക്കണോ? എന്താ വിചാരിക്കണ്ടേ? എൻ്റെ വാക്കുകളുണ്ടല്ലോ, നിങ്ങൾക്കത് തള്ളിക്കളയാനൊന്നും പറ്റില്ല. അതിൻ്റെ മുൻപിൽ കീഴടങ്ങി ഉൾക്കൊള്ളാനേ പറ്റുള്ളൂ. സുഷുപ്തവത് പ്രശമിത ഭാവവൃത്തിന തഥാസ്ഥിതം ജാഗ്രതി തേന ചേതസ. ആ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ മനസ്സ് എങ്ങനെയാവുന്നുവോ അതേമാതിരി തന്നെ ഉണർന്നിരിക്കുന്ന ദശയിൽ പലവിധത്തിലുള്ള ചിന്തകളും വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ വന്നാലും ഈ വരുന്നത് മുഴുവൻ അഗ്നിയുടെ നാളം പോലെയാണ്, ജലാശയത്തിലെ അലകളും തിരകളും പോലെയാണ് എന്ന് വിചാരിച്ച് മനസ്സിന് ഉറച്ചങ്ങോട്ട് ഇരിക്കുക. എൻ്റെ മനസ്സ് എന്ത് വേണമെങ്കിൽ വിചാരിച്ചോട്ടെ. മനസ്സ്, വെളുത്ത മനസ്സ് കറുപ്പാവില്ല, ചുവപ്പാവില്ല, മഞ്ഞയാവില്ല, നീലയാവില്ല. മനസ്സ് കയ്ക്കില്ല, അതിന് മധുരവും മാറി മാറി വരില്ല. മനസ്സ് തന്നെയാണ് ഈ വിചാരമായി രൂപാന്തരപ്പെടുന്നത്. എന്ത് വിചാരം വന്നാലും അത് മനസ്സിൽ നിന്നാണ്. അത് അവിടെ തന്നെയാണ് ഉപശമിക്കാൻ പോകുന്നത്. ചിലപ്പോൾ വരും, ചിലപ്പോൾ വരില്ല. ഇങ്ങനെ വന്നതുകൊണ്ടും വരാതെ ഇരുന്നത് കൊണ്ടും ഒരു കൂസലും ഒരു തകരാറും എനിക്കില്ല എന്ന് പറഞ്ഞ് തഥാസ്ഥിതം ജാഗ്രതിതേന ചേതസ. എങ്ങനെ സുഷുപ്തിയിൽ നിങ്ങൾ ആത്മസ്ഥിതനായിരിക്കുന്നുവോ അതേമാതിരി ജാഗ്രത്തിലും ആത്മസ്ഥിതനായി വ്യവഹരിക്കണം. ഏതുപോലെ? കലാന്വിതോ വിധുരിവയഃ സദാ മുദാ നിഷേവ്യതേ. സൂര്യൻ എന്നും കണ്ട ഒരുപോലെയാ, പക്ഷേ ചന്ദ്രനോ അല്ല. ചന്ദ്രൻ എന്താ വ്യത്യാസം? കലകളിങ്ങനെ കൂടും കുറയും. കറുത്ത പക്ഷത്തിൽ ഇങ്ങനെ കുറഞ്ഞ് പിന്നെ എന്താവും? അമാവാസി കറുത്ത പാവുന്നാൽ മരിച്ചാൽ പോവും, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ചന്ദ്രന് എപ്പോഴും ഒരു പക്ഷത്തിൽ ഒരു മരണമുണ്ട്. ആ മരിച്ചു കഴിഞ്ഞാലോ അയ്യോ എൻ്റെ ചന്ദ്രൻ പോയി എന്ന് പറയണോ? പിറ്റേ ദിവസം ഒരു കലയോട് കൂടി അങ്ങോട്ട് വരും. അപ്പം കലകൾ വന്നുകൊണ്ടും പൊയ്ക്കൊണ്ടും ഇരിക്കുന്നതാണ് ചന്ദ്രൻ. സൂര്യനോ ഒരു മാറ്റവുമില്ലാതെ ഒരേപോലെ കാണപ്പെടുന്നതാണ്. അങ്ങനെ വന്നുകൊണ്ടും പൊയ്ക്കൊണ്ടും ഇരിക്കുന്നതാണ് കലകൾ എന്നുണ്ടെങ്കിലും കലാന്വിതോ വിധുരിവ. ആ ചന്ദ്രൻ്റെ പ്രകാശത്തിന് എന്തെങ്കിലും ഒരു കോട്ടുണ്ടോ?
ചന്ദ്രൻ കരയുന്നുണ്ടോ? ചന്ദ്രൻ അയ്യോ എൻ്റെ കലകൾ പോയി, ദാ വന്നു എന്ന് പറയണില്ലല്ലോ. അതേമാതിരി എൻ്റെ മനസ്സിൽ വിചാരം വന്നു, ദാ പോയി. ഇങ്ങനെ നിങ്ങൾ പരിഭ്രമിക്കാതെ ഇരിക്കണം. കലാൻവിതോ വിധുരിവയസ്സദാ മുദാനിഷേവ്യതേ. കല അത് വരും, അത് പോവും. ചന്ദ്രൻ പൂർണ്ണമാകുന്നത്, പൂർണ്ണ കലയോടുകൂടി പ്രകാശിക്കുന്നത് പൗർണമി ദിവസം. ഒരു ദിവസമാണ് ഒരു മാസത്തിൽ. എന്നും പൗർണമി ആവണം എന്ന് പറഞ്ഞാൽ പറ്റുമോ? പറ്റില്ല. കലകൾ കൂടിയും കുറഞ്ഞും വരും എന്നുള്ളതിന് മാറ്റം വരുത്താൻ പറ്റുമോ? പറ്റില്ല. അതേമാതിരിയാണ് നമ്മുടെ ജീവിതവും. ഓരോ ദിവസവും ഓരോ തരത്തിലാകാം. അതിൽ ചില സമയത്ത് നിങ്ങൾക്കൊരു പൂർണ്ണമായിരിക്കുന്ന ഒരു സന്തോഷവും ഒരു നിറവുമൊക്കെ ഉണ്ടാവാം. എപ്പോഴും അങ്ങനെ ഇല്ലെങ്കിലും സാധാരണക്കാർക്ക് പൂർണ്ണമായിട്ട് നിറവ് വരും. പൂർണ്ണ ചന്ദ്രോദയോപമേ എന്നാണ് ജീവൻ മുക്തൻ്റെ ഒരു നിലയെപ്പറ്റി ചിത്രീകരിക്കുന്നത്. അതായില്ലെങ്കിലും ഗൃഹസ്ഥന്മാരായ പലർക്കും അതുമാതിരി ഒരു ദിവസം പൗർണമി, കല വന്നു പോയിക്കൊണ്ടിരിക്കുന്നു, അങ്ങനെ ആവാമല്ലോ. അങ്ങനെ ഏറിയും കുറഞ്ഞും വന്നാലും സദാമുദാനിഷേവ്യതേ മുക്തയിതീഹ സസ്മൃത. കുറയുന്ന സമയത്തൊരു കോട്ടമില്ലാതെ, കൂടുന്ന സമയത്ത് കൂടുതൽ ആഹ്ലാദമില്ലാതെ, പൗർണമി ദിവസം പ്രത്യേകമായൊരു ഉത്സവം തോന്നാതെ, അമാവാസി ദിവസം ഒരു മരണദുഃഖവും അനുഭവപ്പെടാതെ, അങ്ങനെ എപ്പോഴും മുദാനിഷേവ്യതേ സദാ. ആ വാക്കുകൾ ശ്രദ്ധിച്ചോളൂ. സദാ, എല്ലായ്പ്പോഴും. മുദാനിഷേവ്യതേ, സന്തോഷം എപ്പോഴാണോ നമ്മുടെ കൂടെ സഹവർത്തിയായിരിക്കുന്നത് ആ മനുഷ്യനാണ് മുക്തൻ. ഇതീഹ സസ്മൃത. അപ്പം മുക്തി മുക്തി എന്ന് പറയുന്നത് എന്താ? ഇവിടെ തന്നെയാണ്. അതെങ്ങനെയാണ് ഉണ്ടാവുക? അറിവ് കൊണ്ടുണ്ടാവും. ബുദ്ധിയുടെ സ്വാധീനം മനസ്സിൽ വന്ന് മനസ്സിൻ്റെ ചാഞ്ചല്യങ്ങളെയൊക്കെ മാറ്റി സംശയങ്ങളൊക്കെ തീർന്ന് ആ വേലിയേറ്റവും വേലിയിറക്കവും വരുന്നതിനെല്ലാം ഒരു ശാന്തി വന്ന് ഒരേപോലെയുള്ള ഒരു സമീകൃതമായിരിക്കുന്ന മനസ്ഥിതി ഉണ്ടാവുക. ഇതാണ് ആവശ്യം. എത്ര ഭംഗിയായി ചിത്രീകരിച്ചിരിക്കുന്നു. സുഷുപ്തവത് പ്രശമിത ഭാവവൃത്തിന തഥാസ്ഥിതം ജാഗ്രതിതേന ചേതസ കലാൻവിതോ വിധുരിവയസ്സദാ മുദാനിഷേവ്യതേ മുക്ത ഇതീഹ സസ്മൃത. 16 വയസ്സായ ശ്രീരാമനോട് വസിഷ്ഠൻ പറഞ്ഞു കൊടുക്കുന്നതാണിത്. ശങ്കരാചാര്യർ അടുത്തുള്ള ആളാണല്ലോ. 10,200 കൊല്ലം മുൻപ് പല ഗ്രന്ഥങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഭജഗോവിന്ദം പലർക്കും അറിയാം, കേരളത്തിലുള്ളവർക്ക്. ഉപദേശ സാഹസ്രി എന്നുള്ള പേരിൽ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഒരു ലഘുഗ്രന്ഥം. അതിലുള്ളതാണെന്നാണ് എൻ്റെ ഓർമ്മ. സുഷുപ്തിവജ്ജാഗ്രതിയോ ന പശ്യതി ദ്വയം തു പശ്യന്നപി ചാദ്വയത്വതഃ തഥാ ച കുർവൻ അഭിനിഷ്ക്രിയശ്ചയഃ സ ആത്മവിദ് നാന്യയിതീഹ നിശ്ചയഃ. അദ്ദേഹം ആത്മജ്ഞാനം എന്ന് പറഞ്ഞിട്ടാണല്ലോ പ്രത്യേകം പ്രചാരം ചെയ്തുകൊണ്ടിരുന്നത്. ശ്രീമദ് ഭാഗവതം പറയുന്നത് എന്താ? മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ ഈശ്വരനെ പരമകല്യാണ നിധിയെ പിടിച്ച് അവരോധിക്കണം. അതാണ് ഭാഗവതത്തിൻ്റെ സന്ദേശവും ദൗത്യവും പറയുന്ന വാക്കുകൾ. ശങ്കരാചാര്യർ ആത്മജ്ഞാനിയായിരുന്നു. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, വ്യത്യാസമില്ല. അദ്ദേഹം പറയാണ് സുഷുപ്തിവജ്ജാഗ്രതി യോ ന പശ്യതി. ഉറങ്ങിക്കിടക്കുന്നവൻ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല. ആ ഉറങ്ങിയ ഞാൻ തന്നെ ഉണർന്നിരിക്കുന്നവനും അതെ. അപ്പോൾ ഉറക്കത്തിൽ കാണാതെ ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഉണർന്നിരിക്കുന്ന സമയത്തും അതേ ഒറ്റത്തം എനിക്കിപ്പോഴും ഉണ്ടല്ലോ. എൻ്റെ സ്വഭാവം മാറുമോ? സ്വരൂപം മാറുമോ? പാല് ചിലപ്പോഴൊക്കെ കറുപ്പ്, ചിലപ്പോഴൊക്കെ വെളുപ്പ്, അങ്ങനെയുണ്ടോ? അതില്ലല്ലോ. അത് ഒരുപോലെ തന്നെയുള്ളൂ. അപ്പം എൻ്റെ സ്വഭാവം സുഷുപ്തിവത് ജാഗ്രതിയോ ന പശ്യതി. കാണുന്നത് എൻ്റെ കണ്ണാണ്, കേൾക്കുന്നത് എൻ്റെ ചെവിയാണ്. അത് എൻ്റെയാണ്, ഞാനല്ല. ഞാനോ ദ്രഷ്ടാവാണ്. കാഴ്ചയ്ക്ക് ആധാരമായോ അധിഷ്ഠാനമായോ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. കാഴ്ച നടക്കുന്നത് കണ്ണുകൊണ്ടാണ്, ചിന്തിക്കുന്നത് മനസ്സാണ്, ആലോചിക്കുന്നത് ബുദ്ധിയാണ്, അഹങ്കാരമാണ് അസർട്ട് ചെയ്യുന്നത്. ഞാനോ ഇതിനെല്ലാം ദ്രഷ്ടാവായി അകന്ന് അധിഷ്ഠാനമായി നിൽക്കുന്ന ഒരു ചൈതന്യവിശേഷമാണ് എന്ന് വിചാരിച്ച് ദ്വയം തു പശ്യൻ അഭിച അദ്വയത്വതഃ. ഇവിടെ രണ്ടും അനവധിയുമായിട്ട് കാണുന്നു. പക്ഷേ ഈ കാഴ്ചയൊക്കെ പതിയുന്നത് എവിടെയാ? നമ്മുടെ മനസ്സിൽ. ഈ പല കാഴ്ചകളും കാണുന്ന സമയത്ത് മനസ്സ് പലതാവുന്നുണ്ടോ? അവിടെയാണ് നിങ്ങൾക്ക് വിഷമം. ആ വിഷമം തീർക്കണമല്ലോ. ഒരു കണ്ണാടി ഒരു നിറവുമില്ലാത്ത കണ്ണാടിയാണ്. നിറമുണ്ടെങ്കിൽ കണ്ണാടിക്ക് പ്രതിബിംബിക്കാൻ പറ്റില്ല. ആ കണ്ണാടി നിറമില്ലാത്തതാ, അതവിടെ വച്ചിരിക്കുകയാണ് നമ്മൾ. അതിൽ ഒരു ചുവന്ന പുഷ്പം കൊണ്ടുവച്ചാൽ ആ ചുവപ്പ് നിറം അതിൽ കാണാം. വെളുത്ത പുഷ്പം കൊണ്ടുവന്നാലോ വെളുപ്പ് അതിൽ കാണാം. ഇങ്ങനെ പല നിറവും അതിൽ കാട്ടിത്തരുന്ന സമയത്ത്
കണ്ണാടിയിൽ പ്രതിബിംബമായിട്ടല്ലേ കാണുന്നത്? ഈ ലോകവസ്തുക്കൾ മുഴുവൻ പ്രതിബിംബിതമായിട്ടല്ലേ മനസ്സിൽ തോന്നുന്നത്? അവിടെ ആ പ്രതിബിംബിക്കുന്നത് എവിടെയാ? ഒരേ രൂപത്തിലുള്ള മനസ്സിൽ. ആ മനസ്സാണ് ഈ പ്രതിബിംബങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്നത്. എവറിഥിങ് ഈസ് ആക്ച്വലി എ പ്രൊജക്ഷൻ or a reflection in your subject. There is no object ever entering inside you in order to create an experience. It is your own mind that reflects. And that reflection is what you are perceiving, realizing or experiencing. നമ്മുടെ മനസ്സിലുള്ള പ്രതിബിംബങ്ങളാണ് ഓരോ തവണയും നമുക്ക് അനുഭവങ്ങളായി ചമയുന്നത്. അപ്പോൾ എല്ലാ അനുഭവങ്ങളിലും ഇവിടെ അടങ്ങുന്നത് ഒറ്റ മനസ്സോ അതോ പലതുമോ? ഒറ്റ മനസ്സ്. അപ്പോൾ എല്ലാം ഒരു മനസ്സിൻ്റെ അനുഭവങ്ങളാണ് എന്ന് വിചാരിച്ച്, അതുപോലെ കൈകാലുകൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും പ്രവർത്തിക്കുന്ന സമയത്ത് ഇന്ദ്രിയങ്ങളും കൈയും കാലും മനസ്സും ബുദ്ധിയും മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ, അല്ലാതെ ഇതിന് സാക്ഷിയായിരിക്കുന്ന ഞാൻ പ്രവർത്തിക്കുന്നില്ല എന്നിങ്ങനെ ഉറച്ച ബുദ്ധിയോടുകൂടി, അനുഭവത്തോടുകൂടി, സാക്ഷിബോധത്തോടുകൂടി, നിർബാധിതനായി, നിശ്ചലനായി, നിർവികാരനായി, നിർവികൽപ്പനായി ആര് ജീവിക്കുന്നുവോ ആ ആളാണ് സ ആത്മവിദ്. ആ ആളാണ് ആത്മജ്ഞാനി. അല്ലാണ്ട് എപ്പോൾ നോക്കിയാലും കണ്ണടച്ച് സമാധിസ്ഥനായി വനപ്രദേശത്തിൽ അങ്ങനെ കുടീരത്തിൽ മുങ്ങിയിരിക്കുന്ന ആളല്ല. ഈ ജ്ഞാനം എന്ന് പറയുന്നത് വ്യവഹാരക്ഷമമായിരിക്കുന്ന ജാഗ്രത അവസ്ഥയിൽ വേണം ഇത് തികയാനും ഇതിന് മികവ് വരാനും. സ ആത്മവിദ് നാന്യയിതീഹ നിശ്ചയ. ഇങ്ങനെ വ്യവഹാരക്ഷമനായിരിക്കുന്ന ഒരാളാണ് ആത്മജ്ഞാനി, അല്ലാതെ മറ്റാരുമല്ല. സുഷുപ്തിവജ്ജാഗ്രതിയോ ന പശ്യതി ദ്വയം തു പശ്യന്നഭിചാദ്വയത്വതഃ തഥാ ച കുർവൻ അഭിനിഷ്ക്രിയശ്ചയഃ സ ആത്മവിദ് നാന്യയിതീഹ നിശ്ചയഃ. രണ്ട് ശ്ലോകങ്ങൾ വളരെ വിശേഷപ്പെട്ടതാണ്. ഒന്ന് ശങ്കരാചാര്യരുടെ പാണ്ഡിത്യവും എല്ലാം കൂടി എഴുതിയുണ്ടാക്കിയിട്ടുള്ളത്, മറ്റത് ഒരു ദിവ്യമായ പ്രവാഹമാണ്. രണ്ടും ഒരുപോലെയാണ്. ഇനി ഇതിന് ദൃഷ്ടാന്തമായി എനിക്ക് ഭഗവത്ഗീതയിൽ നിന്നൊക്കെ ചില ശ്ലോകങ്ങൾ പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കണം എന്നുണ്ട്. അതിന് പരിശ്രമിക്കാം. ബ്രഹ്മാവും ദേവന്മാരും കൂടി വന്ന് ദ്വാരകയിലുള്ള കൃഷ്ണപരമാത്മാവിൻ്റെ മുൻപിൽ ഒരു നിവേദനം സമർപ്പിക്കാനാണല്ലോ വന്നിരിക്കുന്നത്. ആ നിവേദനം സമർപ്പിക്കുന്നതിന് മുൻപ് അവർ കൃഷ്ണപരമാത്മാവിനെ സ്തുതിക്കുന്നതാണല്ലോ രംഗം. ഈശ്വരനെ പറ്റി ഭക്തൻ ധാരാളം ചിന്തിക്കണം. പക്ഷേ ആ ചിന്ത മിക്കവാറും ഉദ്ദേശിച്ചത്ര ഫലപ്രദമാകാറില്ല, കാര്യക്ഷമമാകാറില്ല. അതിനുള്ള കാരണം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഈശ്വരൻ്റെ ഈ ദേഹത്തിൻ്റെ ലക്ഷണങ്ങളും ശംഖ്, ചക്രം, ഗദ, പദ്മം, താമരപ്പൂവ്, താമരക്കണ്ണൻ, ഓടക്കുഴൽ, കിരീടം, മയിൽപ്പീലി എന്നൊക്കെ ഇങ്ങനെ ദേഹാലങ്കാരങ്ങൾ വർണ്ണിച്ച് ആ വർണ്ണനയിൽ നിങ്ങൾ തൃപ്തിപ്പെടുകയാണ്. അങ്ങനെ തൃപ്തിപ്പെട്ടതുകൊണ്ട് ഒരു ഭക്തൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ മനസ്സ് വേണ്ടതുപോലെ വികസിച്ച് ശുദ്ധമായി സൂക്ഷ്മമായി ഈ ലോകത്തെ ഒട്ടാകെ ഒന്ന് മനസ്സ് എന്ന് പറയുന്ന കണ്ണാടിയിൽ കണ്ട് വിലയിരുത്താനൊന്നും നിങ്ങൾക്ക് സാധിക്കില്ല. അത് സാധിക്കണമെങ്കിൽ എന്തു വേണം? ഈശ്വരൻ്റെ ഗുണഗണങ്ങളെയും മൂല്യങ്ങളെയും അദ്ദേഹത്തിൻ്റെ താത്വികമായിരിക്കുന്ന വശങ്ങളെയും കുറിച്ച് ചിന്തിക്കണം. ചുരുക്കത്തിൽ ഒരു വാചകം ഞാനിപ്പോൾ പറയാൻ പുറപ്പെടുകയാണെങ്കിൽ, മനുഷ്യരെല്ലാവരും തന്നെ കുട്ടി കൊച്ചു ഈശ്വരന്മാരാണ്. നിങ്ങളത് സമ്മതിക്കുമോ? പ്രേക്ഷകരോട് ഞാൻ പ്രത്യേകം ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ഈശ്വരന്മാരാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാവരും സമ്മതിക്കും മനുഷ്യ ശരീരത്തിൽ ഉജ്ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായ ജീവൻ ഈശ്വരാംശമാണെന്ന്. അഗ്നിയുടെ ഒരംശമാണ് ഒരു പൊരി, തീപ്പൊരി എന്ന് നമ്മൾ പറയുമല്ലോ. ആ പൊരിയിൽ ഉള്ള പ്രകാശവും ചൂടും വലിയ അഗ്നിയിലുള്ളതുപോലെയുള്ള പ്രകാശവും ചൂടും തന്നെയാണ്. അളവിൽ മാത്രമേ, തോതിൽ മാത്രമേ കുറവുള്ളൂ. അതേമാതിരി നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ, എല്ലാവരുടെ ശരീരങ്ങളുടെയും ഉള്ളിൽ ഉജ്ജ്വലിക്കുന്നതോ പ്രശോഭിക്കുന്നതോ ശരീരത്തെ പ്രചോദിപ്പിക്കുന്നതോ ആയ ആ ശക്തിയുണ്ടല്ലോ, സാന്നിധ്യം, അത് ഈശ്വരൻ തന്നെയാണ്, ഒരു കൊച്ചു ഈശ്വരൻ. അങ്ങനെയാണെങ്കിൽ ഈശ്വരൻ വലിയ മനുഷ്യൻ എങ്ങനെയാണോ ഈ ലോകം സൃഷ്ടിച്ച് സംഭരിച്ചുകൊണ്ട് അതിൽ നടക്കുന്ന പല സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിലും നിർബാധിതനായിരിക്കുന്നത്, അതേപോലെ കൊച്ചു ഈശ്വരന്മാരായ നമുക്കും സാധിക്കണ്ടേ? എൻ്റെ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ എപ്പോൾ നോക്കിയാലും ഈ പൊല്ലാപ്പ് പാടുന്നവരാണല്ലോ. എനിക്ക് വയ്യേ വയ്യേ
എന്നെ ആവില്ലേ, ഇതെന്തുകൊണ്ടാണ് എൻ്റെ ഈശ്വര ഇത്ര ശിക്ഷിക്കണത് എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. ഇത് ശരിയല്ല. ഒരു പാമ്പ് ഒരു തവളയെ പിടിച്ചാൽ ആ കരയുന്ന തവളയുടെ ഉള്ളിൽ ആരാ? നിങ്ങളാണോ ചെന്നിരിക്കുന്നത് അവിടെ? അത് ഈശ്വരൻ്റെ ഒരു അംശമാണ്. പിടിക്കുന്ന പാമ്പിലോ അതും ഈശ്വരാംശമാണ്. അപ്പോൾ ഒരംശത്തിലൂടെ തവളയെ പിടിച്ച് ഒരംശത്തിലൂടെ തവളയായി അതിന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടും ഈ ഈശ്വരൻ്റെ അംശങ്ങളാണ്. അപ്പോൾ അദ്ദേഹം തന്നെയല്ലേ വാസ്തവത്തിൽ ഈ കരയുന്നത്? ഇങ്ങനെ പല സംഗതികളും ഈ ലോകത്തിൽ നടക്കുന്നതിൽ ഈശ്വരന് ഒരു വിധത്തിലുള്ള വിഷമവുമില്ലാതെ നിർബാധിതനായി ഇരിക്കുന്നു. അതിനെന്താ കാരണം? ഈ ശ്ലോകത്തിൽ നിന്നാണ് നാം പറയാൻ പുറപ്പെട്ടത്. യത് സ്വേ സുഖേ അവ്യവഹിതേ അഭിരതോ അനവദ്യഃ നൈതർഭവാൻ അജിത കർമ്മഭിരജ്യതേ വൈ. ഈ ലോകത്തിൽ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും ആ പ്രവൃത്തികൾ ഉണ്ടാക്കി തീർക്കുന്നതായ പരിണത ഫലങ്ങളും ഒരു നിലയ്ക്കും ഈ വലിയ മനുഷ്യനായിരിക്കുന്ന ഈശ്വരനെ ഒരു കടുകോളം ഒരു പൊട്ടുപോലും ബാധിക്കുന്നില്ല. അങ്ങനെ ബാധിക്കാതെ ഇരിക്കാനുള്ള കാരണമാണ് അദ്ദേഹത്തിൻ്റെ അവ്യക്തമായിരിക്കുന്ന ഉൾസത്തയുണ്ടല്ലോ, ആ സത്തയെ വേണ്ടതുപോലെ മനസ്സിലാക്കി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഈശ്വരനെപ്പോഴും. അതേമാതിരി ഒരു ചെറിയ തോതിൽ മനുഷ്യരായിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതൊരു സത്യം, സാധിക്കണം എന്നുള്ളതൊരു നിർബന്ധം. അത് സാധിപ്പിക്കുമോ എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും വേണം മറുപടി പറയാൻ. ഈ നിർബാധിതമായിരിക്കുന്ന ഒരു നില ഈശ്വരന് മാത്രമേ പറ്റുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. എല്ലാവർക്കും സാധിക്കും. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമാം കർമാണി ലിംപന്തി നമേ കർമ്മഫലേ സ്പൃഹ ഇതി മാം യോഭിജാനാതി കർമ്മഭിർ നസബധ്യതേ. ഭഗവത്ഗീതയിൽ 4-ാം അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകമാണിത്. എന്താ അദ്ദേഹം പറയുന്നത്? അർജുനനെ നോക്കിയിട്ടാണ് പറയുന്നത്. പക്ഷേ ആ ഉപദേശം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഭഗവാൻ ഏത് രൂപത്തിൽ എവിടെ നിന്ന് ആരോട് എങ്ങനെ സംസാരിച്ചുവോ, അത് ആര് കേട്ടുവോ, ആരാണോ അതിന് പ്രതികരിച്ചത്, മറുചോദ്യങ്ങൾ ചോദിച്ചത്, അങ്ങനെ എന്ത് നടന്നിട്ടുണ്ടെങ്കിലും അത് എഴുതി വയ്ക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാവർക്കും ഒരുപോലെ ബാധകമാണത്, എല്ലാവർക്കും സാധുവാണ്, എല്ലാവർക്കും അതിൽ നിന്നുള്ള ഗുണമൂല്യങ്ങളും പാഠങ്ങളും സ്വീകരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അവരവരെ ധന്യമാക്കാൻ സാധിക്കും എന്ന് വിചാരിച്ചാണ്. ആ സാർവത്രികതയുടെ പേരിലാണ് എല്ലാ സംവാദങ്ങളെയും ഇങ്ങനെ ശാസ്ത്രരൂപത്തിൽ രചിച്ച് കോർത്ത് നമ്മുടെ മുൻപിൽ വയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ കൃഷ്ണൻ പറയുന്നത് എന്താ? നമാം കർമാണി ലിംപന്തി നമേ കർമ്മഫലേ സ്പൃഹ. ഞാൻ ഈ മഹത്ത് ഭീമം ബൃഹത്ത് നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റാത്തത്ര അളവിന് അതീതമായിരിക്കുന്ന ഒരു സൃഷ്ടികർമ്മവും സ്ഥിതിയും സംഹാരവുമാണ് നടത്തി വരുന്നത്. ഈ ബൃഹത്തായിരിക്കുന്ന കർമ്മങ്ങളിൽ ഒരു വിധത്തിലുള്ള ലേപനവും എനിക്കില്ല, ഒട്ടലില്ല. അതെന്താ അത് കൃഷ്ണ? ഇങ്ങനെ ഒട്ടലില്ലാതെ ഇത്രയ്ക്ക് വലിയ ഒരു ബ്രഹ്മാണ്ടം സൃഷ്ടിച്ച് അതിനെ നിലനിർത്തി അതിനെ സംഹരിച്ചു കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും ഒരു സ്വല്പം വിഷമം ഈ സൃഷ്ടികർത്താവിനോ സംഹർത്താവിനോ ഒക്കെ ഉണ്ടാവില്ല. എന്താ കാരണം? നമേ കർമ്മഫലേ സ്പൃഹ. ഇതാണ് പ്രേക്ഷകരെ ഇതിൻ്റെ രഹസ്യം. നാം ചെയ്യുന്നതായ പ്രവൃത്തികൾ ഒന്നും തന്നെ നമ്മെ ബന്ധിക്കില്ല, നമ്മളിൽ ഒട്ടൽ വരുത്തില്ല. എങ്ങനെയാണെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തികളിലുള്ള ഫലം നമ്മൾ ആശിക്കുന്നില്ലെങ്കിൽ. നാം ജനിച്ചത് ആവശ്യപ്പെട്ടിട്ടല്ല, മരിക്കണതും മിക്കവാറും ആവശ്യപ്പെട്ടാവില്ല. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിലുള്ളതായ ഈ ജീവിതദശയുണ്ടല്ലോ, അതിൽ നിങ്ങൾ എന്തിനാ വലിയ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ കൊണ്ടുവരണത്? എന്തോ കാരണത്താൽ സമയത്തിൻ്റെ പ്രയാണത്തിൽ ഒരു കാലത്ത് ജനിച്ചു, ഏതാണ്ട് ദശാബ്ദങ്ങൾ ജീവിക്കുന്നു. അതിനുശേഷമോ ഒരു ദിവസം പ്രാണൻ പോയി ശരീരം നിശ്ചേഷ്ടമാവും. ആയിക്കോട്ടെ, അതിൻ്റെ ഉള്ളിൽ മൃഗങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെ, പക്ഷികൾ പ്രവർത്തിക്കുന്നത് പോലെ, ഇഴജന്തുക്കൾ പ്രവർത്തിക്കുന്നത് പോലെ, ഭൂമി ഭ്രമണം ചെയ്യുന്നത് പോലെ, സൂര്യൻ ചൂടും പ്രകാശവും നൽകുന്നത് പോലെ, ചന്ദ്രൻ ശീതളകിരണങ്ങൾ പരത്തുന്നത് പോലെ ഞാനും ഇതാ ശ്വാസോച്ഛ്വാസത്തോടു കൂടി ഇരിക്കുന്നിടത്തോളം കാലം എൻ്റെ ആ പരിമിതമായ കർമ്മങ്ങൾ നിർവഹിച്ചു വരണു എന്ന് മാത്രമേ നിങ്ങൾ വിചാരിക്കണ്ടൂ. ഇപ്പം നിങ്ങൾ കല്യാണം കഴിച്ചു, 2-3 ഉണ്ടായിക്കോട്ടെ, ഒരു വിരോധമില്ല. പൂച്ചയ്ക്കും പട്ടിക്കും പശുവിനും എരുമയ്ക്കും ഉണ്ടാവുന്നുണ്ട് അവിടെ കുട്ടികൾ. മനുഷ്യർക്കുണ്ടായാൽ മാത്രം എന്താ അതിൽ വല്ല കല്ലുവെച്ച വല്ല വ്യത്യാസങ്ങളുണ്ടോ? മനുഷ്യനെ അനുസരിച്ച് നാം ജീവിക്കുന്നു, മൃഗങ്ങൾക്കനുസരിച്ച് അവർ ജീവിക്കുന്നു. ഇതാണ് നടക്കുന്നത്. ഞങ്ങളുടെ ആശ്രമത്തിൽ കാലത്ത് പുഷ്പസമർപ്പണത്തിന് പോകുന്നതിന് മുൻപ് ഞാൻ ഇറങ്ങി ഈ ഉമ്മറത്ത് കുറച്ചൊന്ന് നടന്ന് ആ പുഷ്പസമർപ്പണ സമയത്ത് വിജ്ഞാനഭവനിലേക്ക് പോകാൻ പുറപ്പെട്ടപ്പോൾ
രാമസ്വാമി കണ്ണുരുട്ടിയിട്ടാണ് എന്നോട് സംസാരിച്ചത്. സ്വാമിജി, ഈ ആശ്രമത്തിൽ ഇനി പൂച്ചയെ വളർത്തരുത്. ഞങ്ങൾ ഒരു പൂച്ചയെ വളർത്തുന്നില്ല. നാട്ടുകാരെ നമ്മുടെ ഗേറ്റിൻ്റെ ഉള്ളിൽ പൂച്ചയെ സൂത്രത്തിലാക്കിയിട്ട് അവർ പോവുക. അത് പി എന്ന് പറഞ്ഞ ആശ്രമത്തിലേക്ക് വരിക. ഞങ്ങൾ എന്ത് വേണമെന്നാണ് പറയണത്? അതിനെ കല്ലെടുത്തെറിയണമെന്നാണോ പറയുന്നത്? അപ്പോൾ ആ പൂച്ച കുറച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാടമ്പൂച്ച വരും. അവർ തമ്മിൽ മേറ്റ് ചെയ്യും, കണ്ടുമുട്ടും, സംയോഗം നടക്കും. അത് പ്രഗ്നൻ്റ് ആവും. ഒരു കൊല്ലത്തിൽ 2-3 തവണയൊക്കെ ആവാറുണ്ട്. അങ്ങനെ 2-3 കുട്ടികളൊക്കെ ഉണ്ടാവും. ഇന്നത്തെ സ്ഥിതി എന്താണെന്നറിയോ? 2 കുട്ടിയെ കടിച്ച് ചീന്തി കണ്ടാൽ മനസ്സൊക്കെ തകരും. അതേമാതിരി 2 കുട്ടികൾ അവിടെ കിടക്കുന്നു. രാമസ്വാമിക്ക് സഹിച്ചില്ല. പൂച്ച ഇനി വളർത്തരുത്. അപ്പം ഞാൻ പറഞ്ഞു, രാമസ്വാമി, നമ്മൾ പൂച്ചയെ വളർത്തുന്നില്ലല്ലോ, അവരായിട്ട് നമ്മളിവിടെ വരികയാണ്. അപ്പോൾ നമ്മൾ എന്താ വേണ്ടേ? ഒരു കാര്യം ചെയ്യുക, ഇനി പൂച്ച വന്നാൽ ഒന്നും കൊടുക്കണ്ട, പോട്ടെ, അത് തന്നെ. എന്താ ചെയ്യുക? ഈ പൂച്ചയുടെ വർത്തമാനം നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. ഒരു കൊല്ലത്തിൽ 2-3 തവണ അവർ ഗർഭം ധരിക്കാം. അവർക്ക് ഉണ്ടാവുന്നതോ 2-3-4 കുട്ടികളാണ്. എനിക്ക് തോന്നുന്നു ഈശ്വരൻ്റെ കണക്ക് പുസ്തകം ഒന്ന് എടുത്ത് നോക്കിയാൽ നല്ലത്. നിങ്ങൾ വല്ല ഓഡിറ്ററേയും പറഞ്ഞയച്ചൊന്ന് എടുത്ത് നോക്കൂ. ഈ പൂച്ചക്കുട്ടികൾ ഇത്ര അധികം ഉണ്ടാവുന്നത് എന്തിനാണെന്നറിയോ? കുറേയൊക്കെ ആര് മൂലം ജനിച്ചുവോ ആ കാടൻ പൂച്ച തന്നെ വന്ന് കടിച്ചു തിന്നും. ആ കാടൻ പൂച്ചയ്ക്ക് ഒരു ബുദ്ധിയുണ്ട് കേട്ടോ. പെൺപൂച്ചകളെ കൊല്ലില്ല, ആണിനെ കൊല്ലുള്ളൂ. അത് ആണാണോ പെണ്ണാണോ എന്ന് നോക്കി ആൺപൂച്ചകളെ കൊല്ലും. അപ്പോൾ ഈ ആൺപൂച്ച വലുതായാൽ തൻ്റെ സ്ഥാനം പോകും എന്നുള്ളൊരു വിചാരമാണ്. പ്രകൃതിയുടെ ഒരു സമ്പ്രദായമാണ്. പട്ടിക്ക് കൂടുതൽ കുട്ടികളുണ്ടാവും, പൂച്ചയ്ക്കും ഉണ്ടാവും. ഞണ്ട് പെറ്റാൽ 100 കണക്കിന് അമ്മ അതോടുകൂടി ചാവുകയും ചെയ്യും. ഇങ്ങനെ ലോകത്തിൽ പല വിധത്തിലുള്ള സമ്പ്രദായ. അപ്പോൾ പൂച്ച പെറുന്നതിൽ രാമസ്വാമിക്ക് വിരോധമില്ല. പക്ഷേ ചെത്തുപോയാൽ അതിന് വലിയ വിഷമാണ്. എന്താ? കണ്ണുരുട്ടി പൊഴിച്ചു. രാമസ്വാമി പറയുമായിരുന്നു, അതിനെ കൊണ്ടുപോയി കുഴിച്ചു മൂടാൻ ഒരാളുമില്ല. ഇപ്പോൾ പുഷ്പസമർപ്പണം നടത്തണമെന്നുണ്ടെങ്കിൽ അത് കുഴിച്ചു മൂടിയിട്ട് വേണ്ടേ? അത് കുഴിച്ചു മൂടിയാൽ കുളിക്കാൻ പോകണം. അപ്പോൾ ഓരോ ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ അവിടെ കിടക്കുന്നത്. അവിടെ പൂച്ച മരിച്ചതോ ചത്തതോ അല്ല വിഷയം. അത് എടുത്തു കൊണ്ടുപോകുന്നതും കുളിക്കുന്നതുമാണ് അവിടെ സംസാര വിഷയം. എന്തിനാണ് ഞാനിത് പറഞ്ഞത്? പൂച്ചയെ കാടൻ പൂച്ച മണത്തറിഞ്ഞു വന്ന് ആണോ പെണ്ണോ എന്ന് നോക്കി കടിച്ചു കൊല്ലണം. ഇതിനിപ്പോൾ നമ്മളെന്താ ചെയ്യുക? കൊല്ലിക്കുന്നതാരാ? ആ കാടൻ പൂച്ചയിലും എൻ്റെ അനുഭവത്തിലും ദൃഷ്ടിയിലും നിങ്ങൾ ഉപാസിക്കുന്ന മഹാവിഷ്ണുവോ ഈശ്വരനോ ശിവനോ ദേവിയോ ആണ്. കൊല്ലപ്പെടുന്ന പൂച്ചകളിലും അതേ ഈശ്വരനാണ്. ഈ ദർശനം നിങ്ങൾക്ക് വരുമോ എന്നുള്ളതാണ് ചോദ്യം. ഇത് വന്നില്ലെങ്കിൽ ലോകജീവിതം എപ്പോഴും നമ്മെ ബാധിക്കും, സങ്കടപ്പെടുത്തും, നട്ടം തിരിക്കും, വട്ടം തിരിക്കും. എപ്പോൾ നോക്കിയാലും വീർപ്പുമുട്ടേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് കുട്ടികളായിക്കോട്ടെ, കുടുംബമായിക്കോട്ടെ, സ്വത്തായിക്കോട്ടെ, സ്വാതന്ത്ര്യമായിക്കോട്ടെ, അത് ഈശ്വരൻ എങ്ങനെയാണോ ഈ ലോകത്തെ ഉടമസ്ഥാവകാശത്തോടു കൂടി കൈകാര്യം ചെയ്യുന്നത്, അതേമാതിരി നിർബാധിതമായിരിക്കുന്ന ഒരു ഉടമസ്ഥാവകാശമേ നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഉണ്ടാവാൻ പാടുള്ളൂ. അത് വിട്ട് എവിടെയെങ്കിലും ഒട്ടിപ്പോയോ സർവത്ര തകരാറാണ്. വേണ്ടതുപോലെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. നമാം കർമാണി ലിംപന്തി നമേ കർമ്മഫലേ സ്പൃഹ. ഒരൊറ്റ കർമ്മത്തിൻ്റെ ഫലത്തിൽ എനിക്ക് ആശയില്ല. കൃഷ്ണൻ്റെ ജന്മം എങ്ങനെയാണ്? ജനിച്ചതും കൊണ്ടുപോകാനാണ് പറഞ്ഞത് അമ്പാടിക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ട് എൻ്റെ സ്ഥാനത്ത് അവിടുത്തെ പെൺകുട്ടിയെ കൊണ്ട് കിടത്തണം എന്നായി. അപ്പോൾ താൻ ജീവിക്കാൻ വേണ്ടി പെൺകുട്ടിയെ അടിച്ചു കൊല്ലാൻ വേണ്ടി കംസന് കൊടുത്തു. കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് അത് ആകാശത്തിലേക്ക് പോയി. ഇത് സാധാരണ നിലയ്ക്ക് ഒരു ക്രൂരകർമ്മമല്ലേ? ആലോചിച്ച് നോക്കൂ ഈ ചെയ്തത്. അതുമാതിരി അമ്മാമനെ ചെറുപ്പത്തിൽ തന്നെ കൊല്ലേണ്ടി വന്നതോ? നിങ്ങളാരെങ്കിലും അങ്ങനെ ഒരു കാര്യത്തിന് തയ്യാറാവുമോ? ഇവിടെ മറിച്ചാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പലവരും മഹാഭാരതത്തിൽ രാജാക്കന്മാരും ചക്രവർത്തിമാരുമായിട്ട് ഇരുന്നിട്ടുണ്ട്. അവരുടെ മക്കളൊക്കെ അവരുടെ പിതാക്കളെ കൊന്നതിന് ശേഷം സിംഹാസനത്തിൽ കയറാൻ വേണ്ടിയിട്ടാണ്. കൃഷ്ണൻ കംസനെ കൊന്നത് അങ്ങനെയല്ല. കംസനാണ് കൃഷ്ണനെ കൊല്ലാൻ ആദ്യമേ മുതൽക്ക് നോക്കിയിരുന്നത്. അങ്ങനെ കൊല്ലാൻ വേണ്ടി ഒരു കെണി വെച്ചു. ആ കെണിയെ സമർത്ഥമായി നേരിട്ടു. അതിൻ്റെ പരിണതഫലമായി കംസനും മരിച്ചു എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ ഉടനെ ചെയ്തതോ? ഉഗ്രസേനൻ്റെ അടുത്ത് ചെന്നു. ആ ഉഗ്രസേനനെ കാരാഗൃഹത്തിൽ നിന്ന് വിടുവിച്ച് മധുരയിൽ സിംഹാസനസ്ഥനാക്കിയിരുന്ന് ഉഗ്രസേനനായിരുന്നു രാജാവ് അന്നു മുതൽക്ക് കൃഷ്ണൻ പോകുന്നത് വരെ. ഇതാണ് സത്യം. അപ്പോൾ അദ്ദേഹത്തിന് കർമ്മഫലങ്ങളിൽ സ്പൃഹയില്ല എന്നുള്ളതാണ്. അപ്പോൾ കർമ്മഫലത്തിലുള്ള സ്പൃഹയാണ് നമ്മളെ ബന്ധിക്കുന്നത്, കർമ്മം നമ്മളെ ഒട്ടുന്നത്. ഇതെന്തിനാണ് കൃഷ്ണൻ പറയുന്നത്? ഇനി പറയുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. ഗീതയ്ക്ക് പലരും വ്യാഖ്യാനം പറയും, പലരും എഴുതും. പക്ഷേ അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ ആ പ്രായോഗിക വശമുണ്ടല്ലോ, ദി അപ്ലിക്കേഷണൽ ഫോർമുല, പ്രാക്ടീസ് ആൻഡ് പെർസ്യൂട്ട്, അതെല്ലാവരും വിട്ടുകളയും. എന്താ കാരണം? അവനവന് ഈ ഭഗവത്ഗീത ഒരു സാധനയും സിദ്ധിപ്രദവുമായിട്ടുള്ള ഒരു പുസ്തകമായി തീർന്ന് അതിൽ പറഞ്ഞ കാര്യങ്ങൾ നാം അനുധാവനം ചെയ്താൽ ഈ കുഴപ്പം വരില്ല.
മിക്കവാറും പാണ്ഡിത്യത്തിലൂടെയാണ് മനുഷ്യർ സംസാരിക്കുന്നത്. സ്വാനുഭവത്തിലൂടെ സംസാരിക്കണം, അപ്പോഴേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഇതി മാം യോഭിജാനാതി കർമ്മഭിർന സബധ്യതേ. ഈശ്വരൻ ഇങ്ങനെ നിർബാധിതനാണ്. അദ്ദേഹത്തിന് ഒരു വിധത്തിലും ഒരു കാലത്തും ഒരു കർമ്മത്തിലും ഒരു ആശയും ഇല്ല എന്നിങ്ങനെ ഈശ്വരനെ വർണ്ണിക്കുന്നത് എന്തിനാ? അതുപോലെ നമ്മളും ആവാനാണ്. അപ്പം അദ്ദേഹം ഇവിടെ പറയുകയാണ്, എന്നെ ഇങ്ങനെ കർമ്മഫലത്തിൽ ആശയില്ലാത്തവനായി ആര് മനസ്സിലാക്കുന്നുവോ, ആരാർ മനസ്സിലാക്കുന്നുവോ, കർമ്മഭിർ നസബിധ്യതേ, ആ ആൾ താൻ ചെയ്യുന്ന പ്രവൃത്തികൾ കഠോരമായാലും ദാരുണമായാലും അല്ല, സുന്ദരമായാലും ഹൃദ്യമാക്കിയാലും മധുരമായാലും ഏത് പ്രവൃത്തിയിൽ നിന്നും ആ ആൾക്ക് ബന്ധനമുണ്ടാവില്ല എന്ന്. അപ്പോൾ ഈശ്വരൻ നിർബാധിതനാണ് എന്നുള്ള ചർച്ച ആവശ്യമാണോ അല്ലയോ എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കും. ഈശ്വരൻ എങ്ങനെയോ അതുപോലെയാണ് ഈശ്വരാംശമായിരിക്കുന്ന ജീവൻ. ഈശ്വരൻ നിർബാധിതനായി ഈ ലോക കുടുംബം സൃഷ്ടിച്ച് നിലനിർത്തി സംഹരിച്ചു വരുന്നുണ്ടെങ്കിൽ എനിക്കും എൻ്റെ കുടുംബത്തെ സൃഷ്ടിച്ച് നിലനിർത്താം. സംഹാരം നിങ്ങൾ ചെയ്യണ്ട, അത് വേണ്ട, ആ കാര്യം ഇവിടെ വരണില്ല, അത് വലിയൊരു ക്രിമിനൽ കാര്യവും, അതെനിക്ക് പോണ്ട. നമ്മൾ എന്തായാലും സൃഷ്ടിയും സ്ഥിതിയും നമുക്ക് നടത്താൻ സാധിക്കും. ഭഗവാൻ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഭഗവാൻ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത് എന്തിനാ? ഭഗവതംശമായിരിക്കുന്ന നമ്മുടെ ജീവൻ അതുപോലെ ആകാൻ വിഷമമില്ല എന്നറിയാൻ അദ്ദേഹം ഉപദേശിക്കുന്നു. പിന്നെയും